എവിടെയാണെന്ന് ഇതുവരെ ശാസ്ത്രലോകത്തിന് പറഞ്ഞുതരാൻ കഴിഞ്ഞിട്ടില്ല, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന സംഗതികളിൽ പെട്ടതായിരിക്കും അത്. സമാഉദ്ദുന്യ, ഒന്നാം ആകാശം എവിടെയാണ് ആർക്കും പറയാൻ പറ്റിയിട്ടില്ല. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ. ഒന്നാം ആകാശത്തെ നാം നക്ഷത്രങ്ങളുടെ അലങ്കാരം കൊണ്ട്, നബിയെ, ആകാശലോകത്തെ നാം വർണ്ണശബളമാക്കി മനോഹരമാക്കി, നമുക്ക് കണ്ണുകൾക്ക് ആനന്ദം നൽകുന്നവയായി നയന മനോഹരങ്ങളായി അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. നക്ഷത്രങ്ങളെല്ലാം കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെ. എത്രയാണ് നക്ഷത്രങ്ങള്? ഭൂമിയെക്കാളും ലക്ഷക്കണക്കിന് വലുപ്പം ഏറെ വരുന്ന നക്ഷത്രങ്ങളുണ്ട്. സൂര്യനെ പോലെയുള്ളതൊക്കെ ഭൂമിയെക്കാളും ആയിരക്കണക്കിന് മടങ്ങ്, ലക്ഷക്കണക്കിന് മടങ്ങ് വ്യാപ്തം കൂടിയ, ഭാരം കൂടിയ നക്ഷത്രങ്ങളാണ്. അങ്ങനെ കോടാനുകോടി നക്ഷത്രങ്ങൾ കൂടുമ്പോൾ ഒരു താരപഥം എന്ന് പറയും നക്ഷത്ര സമൂഹം. അത്തരം ബില്യൺ കണക്കിന്, മില്യൺ അല്ല, മില്യൺ 10 ലക്ഷം, ബില്യൺ കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾ അള്ളാഹുവിന്റെ ആകാശലോകത്തുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്താണ് ഒന്നാം ആകാശം എന്ന് പറയുന്ന ആവരണം കിടക്കുന്നത്. ആ ഒരാകാശത്തിന്റെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ദൂരം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 500 ആം, 500 കൊല്ലമാണ്. 500 കൊല്ലം. ഒന്നാം ആകാശത്തിൽ നിന്ന് രണ്ടിലേക്കുള്ള ദൂരം, ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുള്ള ദൂരം 500 വർഷമാണ്. 500 ആം. തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, 2 3 എത്രയാ ദൂരം? 500 കൊല്ലം. എങ്ങനെ യാത്ര പോയാൽ ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ എന്ന് പറഞ്ഞോ നബിതങ്ങൾ? ഇല്ല, 500 കൊല്ലം. പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വൈമാനികന് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വാഹനത്തിൽ നമ്മുടെ ആലത്തൂർ പടിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഒരു സ്പേസ് ക്രാഫ്റ്റ് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴേക്കും, ആലത്തൂർ പടിക്കാർക്ക് അവിടെ എത്തിയെന്ന വിവരം കിട്ടുമ്പോഴേക്കും 200 കോടി കൊല്ലം കഴിഞ്ഞിരിക്കുമെന്നാണ് പ്രപഞ്ചത്തിന്റെ അതിർവരമ്പുകളെ സംബന്ധിച്ച് ഐൻസ്റ്റൈൻ കണക്കാക്കിയത്. 200 കോടി കൊല്ലം കഴിയും ഇവിടെ. അവിടെ എത്തി എന്നുള്ള, നമ്മൾ ഗൾഫിൽ എത്തി എന്ന് പറഞ്ഞ് ചില പറയില്ല, ഞാൻ നീട്ടി വിളിക്കെടുക്കരുത് കേട്ടോ, എത്തിയെന്ന് അതിന്റെ അടയാളം എന്ന് പറയില്ലേ ചിലപ്പോ. അവിടെ എത്തി എന്ന വിവരം കിട്ടുമ്പോഴേക്കും ഇവിടെ 200 കോടി കൊല്ലം കഴിയുന്ന. പക്ഷേ സഞ്ചരിക്കുന്ന വൈമാനികന്, പൈലറ്റിന് 500 കൊല്ലമേ അതാവുകയുള്ളൂ എന്ന് ആധുനിക കണക്കുകൾ തെളിയിച്ചു. അതെന്താണ്? 500 കൊല്ലമെന്ന നിബിധങ്ങളുടെ വാക്ക് സത്യമാണ്. നിബിധങ്ങൾ ഉണ്ടാക്കി പറയുകയല്ല, അള്ളാഹു നൽകുന്ന ദിവ്യബോധനമാണത്. 500 കൊല്ലത്തെ ദൂരം എന്ന് പറഞ്ഞത് ഇന്ന് സൂര്യപ്രകാശത്തെക്കാൾ വേഗതയുള്ള ഒരു സാധനം ഇല്ല എന്നാ നമ്മൾ സയൻസ് പറയല്ല. ഈ പാതിരാത്രി നമ്മളത് പറഞ്ഞ് നിങ്ങൾക്ക് വിഷമിപ്പിക്കല്ല. പക്ഷേ 500 കൊല്ലത്തെ ദൂരം ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തിന്റെ ഭാരവും അതിന്റെ കട്ടിയും 500 കൊല്ലത്തെ ദൂരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. 500 കൊല്ലത്തെ ദൂരം, ആകാശത്തിന്റെ ഭാരം. 1 2 500, 2 3 500, 500 കൊല്ലത്തെ വഴിദൂരം. ഓരോ ആകാശത്തിന്റെയും ഭാരവും കട്ടിയും 500 കൊല്ലത്തെ വഴിദൂരമാണ്. അങ്ങനെ 7 ആകാശങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷമാണ് മുത്തുനബി തങ്ങൾ മിഅ്റാജ് അനുഭവിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് 27 അന്ന് അഖ്തറേ ശാം കി ആതി ഹെ ഫലക് സേ ആവാസ് സജദ കർതി ഹെ ജിസേ സഹർ वो है आज की रात रहे एक गाम है हिम्मत के लिए अर्शे बरीन कह रही है ये मुसलमान से मिअराज की रात. മുത്തുനബി തങ്ങൾക്ക് മിഅ്റാജ് ഉണ്ടായത് 7 ആകാശമണ്ഡലങ്ങളും കഴിഞ്ഞു പോയതിന്റെ ശേഷമാണ്. നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? കോടാനുകോടി ബില്യൺ കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടാകുമ്പോ ഒരു താരസമൂഹം, അങ്ങനെ ബില്യൺ കണക്കിന് താരസമൂഹങ്ങൾ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലുണ്ട്. അപ്പൊ നമ്മുടെ ഭൂമിയുടെ ഏറ്റവും ചെറിയ ഭാഗത്ത്, നമ്മുടെ കൊച്ചു കേരളത്തിലെ മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗത്ത്, നമ്മുടെ ആലത്തൂർ പടി എന്നൊക്കെ പറഞ്ഞാൽ അത് സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ ഒരു പൊടി പോലും കാണാനുണ്ടാവില്ല. സൂം ഇൻ ചെയ്താൽ തന്നെ എത്ര ചെറുതാണ്.
ഇത്രയും വലിയ ഗോളങ്ങളുള്ള ലോകത്ത് അള്ളാഹു നമ്മളെ ഈ ഭൂമിയിൽ പാർപ്പിച്ചത്, അതാണ് അത്ഭുതം. ഇവിടുന്ന് ഒന്നാനാകാശത്തേക്കുള്ള ദൂരം 500 കൊല്ലത്തെ വഴിദൂരം. എങ്ങനെ? പ്രകാശവേഗതയിൽ സഞ്ചരിച്ച, പ്രകാശവേഗത എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. ഒരു സെക്കൻഡ്, മിനിറ്റിലോ മണിക്കൂറിലോ അല്ല, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അങ്ങനെ ഒന്ന് മറ്റൊന്നിലേക്കുള്ള ദൂരം 500 കൊല്ലം. ഒരാകാശത്തിന്റെ കട്ടിയും 500 കൊല്ലം. അത്രയും യാത്ര ചെയ്യേണ്ട ദൂരം. ഒരാകാശ ലോകത്തിന്റെ ഭാരമുണ്ട് അത്രേ, അതിന്റെ കട്ടി എത്രയാണ്? ഇതെല്ലാം ഈ 7 ആകാശങ്ങളും അള്ളാഹുവിന്റെ ഗോളങ്ങളും താരസമൂഹങ്ങളും ഒന്നാകെ എത്രയാണ് അതിന്റെ വലുപ്പം? അള്ളാഹുവിന്റെ കുർസിയിലേക്ക് നോക്കിയാൽ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ആകാശഭൂമികൾ എന്ന പ്രയോഗം പ്രപഞ്ചം എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ആ പ്രയോഗത്തിന്റെ സാരം. പ്രപഞ്ചമൊന്നാകെ ആ പ്രപഞ്ചത്തെ മുഴുവനും എല്ലാം മൂടി കവിഞ്ഞു നിൽക്കുന്നതാണ്. അതിന്റെ ഒക്കെ അപ്പുറത്താണ് അള്ളാഹുവിന്റെ കുർസി. അള്ളാഹുവിന്റെ കുർസി മൗദിഉ ഖദമൈഹി, മുത്തുനബി തങ്ങളുടെ പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. അള്ളാഹുവിനെ സംബന്ധിച്ച് കൈയുണ്ട്, കാലുണ്ട് എന്ന പദപ്രയോഗം നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ അള്ളാഹുവിനെ പറ്റി പറഞ്ഞുകൂടാ. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെയാണ് നമ്മൾ അതുമായി ബന്ധപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ കാല് വെക്കുന്ന ഇടമാണ് കുർസി എന്ന ഒരു പദപ്രയോഗം നബി തങ്ങളുടെ ഹദീസിൽ കാണാൻ കഴിയും. കുർസി അതാണ്. അല്ലാഹുവിന്റെ അർശ്, അല്ലാഹു അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അൽ ഇസ്തിവാഉ മഅലൂമുൻ വൽ കൈഫു മജ്ഹൂലുൻ വൽ ഈമാനു ബിഹി വാജിബുൻ വസ്സുആലു അൻഹു ബിദ്അ എന്ന് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ അല്ലാഹു തആല അർശിന്മേൽ ഉടമസ്ഥനാണ്, അർശിന്റെ ഉടമസ്ഥനാണ് എന്ന് പറഞ്ഞ അർശിന്റെ വലുപ്പവും കുർസിയുടെ വലുപ്പവും ഈ മഹാപ്രപഞ്ചത്തിന്റെ വലുപ്പവും എത്രയെന്ന് ഒരു ഹദീസിൽ മുത്തുനബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലമായ ഒരു മരുഭൂമി എന്ന് സങ്കല്പിക്കുക. വിശാലമായ മരുഭൂമി, നമ്മുടെ ഗ്രൗണ്ടൊന്നും പോരാ, ഒരു സഹാറ മരുഭൂമിയോ അല്ലെങ്കിൽ റുബുഉൽ ഖാലിയോ സങ്കല്പിക്കണം. റുബുഉൽ ഖാലി, എംറ്റി ക്വാർട്ടർ എന്ന് പറയുന്ന പ്രവിശാലമായ മരുഭൂമി, സൗദി അറേബ്യയിലേക്ക് നീണ്ടുകിടക്കുന്ന UAE-ന്റെ സൗത്തിലേക്ക് പോകുന്ന പ്രവിശാലമായ റുബുഉൽ ഖാലി പോലെ അല്ലെങ്കിൽ സഹാറ മരുഭൂമി പോലെ ലോകത്തെ ഏതെങ്കിലും മരുഭൂമി സങ്കല്പിക്കുക. വിശാലമായ കണ്ണെത്താ ദൂരത്തെ മരുഭൂമി. സൗദിയിലൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റില്ലേ മരുഭൂമി. ആരോ പറഞ്ഞു അവിടെ വലിയ ഏതോ അറബിന്റെ വീട്ടില് കഷ്ടപ്പാടായിട്ട് ഇടങ്ങേറായിട്ട് ബുദ്ധിമുട്ടായിട്ട് ജീവിച്ചു പോവുക, ശമ്പളം തരുന്നില്ല, തിന്നാനും തരുന്നില്ല. അപ്പൊ ആരോ ചോദിച്ചു, പൊന്നര ഞങ്ങൾ അറബിന്റെ കണ്ണു പൊട്ടിച്ചിട്ട് ചാടി പോകുന്നൂടെ? ഞാൻ ചാടിയിട്ടുണ്ട്. അറബി ഇമ്മറപ്പടിയിൽ കസാനിട്ടിരുന്ന 2 ആഴ്ച കാണാൻ പറ്റും ഞാൻ പോണത്. അത്രയും മരുഭൂമിന്റെ നാട്ടിൽ എങ്ങട്ടാ ഞാൻ കൂടി രക്ഷപ്പെടുക. അപ്പോ കണ്ണെത്താ ദൂരത്തേക്ക് കിടക്കുന്ന മരുഭൂമി. നബി തങ്ങൾ പറയാ ഹൽഖ, അവിടെ ഒരു ചെറിയ വട്ടക്കണ്ണി എന്നൊക്കെ പറഞ്ഞ ഒരു റിങ്, ഒരു വളയോ ഒരു വാച്ചൊക്കെ സങ്കല്പിച്ചോളൂ, ഒരു വളയുടെ വട്ടം ആ മരുഭൂമിയിൽ കൊണ്ടുപോയി വെച്ചാൽ അള്ളാഹുവിന്റെ കുർസി ആ മരുഭൂമിയും ഈ കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ലോകം മുഴുവനും 7 ആകാശങ്ങളും ഒന്ന് മറ്റൊന്നിലേക്കുള്ള ദൂരമെല്ലാം കണക്കാ മോതിരമോ ഒരു വട്ടക്കണ്ണിയോ അള്ളാഹുവിന്റെ കുർസിയാണെന്ന് കരുതുകയാണെങ്കിൽ ആ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ അർശ്. സുബ്ഹാനല്ലാഹ് ഒക്കെ പറയുമ്പോ അല്ലാഹുവേ സുബ്ഹാനക യാ റബ്ബ്, സുബ്ഹാനല്ലാഹ് എന്ന് അറിയാതെ നമ്മൾ പറഞ്ഞു പോകും. സുബ്ഹാനക, നീ സുബ്ഹാനക യാ റബ്ബ്. അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുമ്പോഴേ അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോഴാണ് ഒരു മലഞ്ചെരുവിൽ ഒരു ആട്ടിടയനെ കാണുന്നത്. ആട്ടിടയനോട് ചോദിച്ചു, അല്ല ഈ ആടിന്റെ ഒരു പാല് ഞങ്ങൾക്ക് കുടിക്കാൻ തരുമോ? അദ്ദേഹം പറഞ്ഞു, ഇത് എന്റേതല്ല. ചോദിച്ചു, എന്നാ പിന്നെ ഒരു ആടിന് ഞങ്ങളൊന്ന് വാങ്ങിച്ചോട്ടെ. എങ്ങനെ ഞാൻ ആടിന് നിങ്ങൾക്ക് തരും? പാല് പോലും എനിക്ക് തരാൻ പറ്റില്ലല്ലോ. ആട്
പറഞ്ഞാൽ പോരെ, ഞങ്ങൾ അതിന് കാശും നിനക്ക് തരാം. അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ മുതലാളിയെ വഞ്ചിച്ചാൽ തന്നെയും ഇതെല്ലാം കാണുന്ന അല്ലാഹു ഇല്ലേ, അല്ലാഹു കാണുന്നില്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ അടിമയെ എനിക്ക് വേണമെന്ന് മുതലാളിയെ ചെന്ന് കണ്ട് ആ അടിമയെ വിലക്ക് വാങ്ങി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. എന്നിട്ട് പറഞ്ഞു കലിമത്തുൻ ത്വയ്യിബ, നിങ്ങൾ പറഞ്ഞ ഒരു നല്ല വാക്ക്, അഅതഖല്ലാഹു മിനർ റിഖ്. അടിമയായിരുന്നു അദ്ദേഹം, പറഞ്ഞു അൻത ഹുർറുൻ ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മഹാനവറുകൾ ആ മനുഷ്യനെ ഈമാനിന്റെ ബലത്തിൽ അല്ലാഹു കാണുന്നുണ്ട് എന്ന് അല്ലാഹുവിനെ ഭയപ്പെട്ടതിന്റെ പേരിൽ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊടുത്തപ്പോ മഹാനവറുകൾ ഒരു വാക്കുകൂടെ പറഞ്ഞു, ഈ ഒരു നല്ല വാക്ക് ദുനിയാവിൽ നിനക്ക് മോചനം നൽകി, നിനക്ക് അടിമത്തത്തിൽ നിന്ന് അല്ലാഹു ഉഅ്തിഖ് നൽകിയിരിക്കുന്നു. നാളെ നരകത്തിൽ നിന്നും അല്ലാഹു നിന്നെ മോചിപ്പിക്കണേ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു. ഒരൊറ്റ നല്ല വാക്ക് അല്ലാഹു കാണുന്നില്ലേ, അല്ലാഹു കാണുന്നില്ലേ? ഇതാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെ നമ്മൾ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കാറുണ്ടോ? അള്ളാഹുവിനെ പറ്റി നമ്മൾ അങ്ങനെ അറിയാറുണ്ടോ? കുട്ടികളൊക്കെ നമ്മൾ ഇങ്ങനെ അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ അളമത്ത് എത്രയാണ്, അള്ളാഹുവിനെ പറ്റി നീ എന്നോ അള്ളാഹുവേ അവൻ, അള്ളാഹുവിനെ പറ്റി അവൻ എന്നോ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങേയറ്റത്തെ ബഹുമാനത്തോടുകൂടെ നമുക്കത് പറയാൻ പാടുള്ളൂ. കാരണം ഒരു ഭാഷയ്ക്ക് പരിമിതികളുണ്ട്. അള്ളാഹുവിനെ പറ്റി അവർ എന്ന് പറയാൻ കഴിയില്ല, അത് ഒന്നിലേറെ ആളുകൾക്ക് പറയുന്നതാണ്. അള്ളാഹു വാഹിദുൻ അഹദാണ്, അള്ളാഹു ഒരുവനാണ്. അള്ളാഹുവിനെ പറ്റി നിങ്ങൾ എന്ന് പറയാൻ പറ്റുന്നില്ല. അള്ളാഹുവിനെ പറ്റി നീ എന്നാ നമ്മൾ പറയുന്നത്. അവൾ എന്ന് പറയാൻ പറ്റില്ല, പെണ്ണിന് പറയുന്നതാണ്. അത് എന്ന് പറയാൻ പറ്റില്ല, അത് ജീവനില്ലാത്തതിനാൽ. അള്ളാഹു ഹയ്യും ഖയ്യൂമുമാണ്. അപ്പൊ ഷീ എന്നോ ഇറ്റ് എന്നോ അള്ളാഹിനെ പറ്റി പറയാൻ പറ്റില്ല. പിന്നെ എന്തേ നമ്മുടെ കയ്യിലുള്ളൂ? ഹി, അതേ നമ്മുടെ കയ്യിൽ. ദേ അല്ലെങ്കിൽ ബഹുവചനത്തിന്റെ ഒന്നും അള്ളാഹിനെ പറ്റി പറയാൻ പറ്റില്ലല്ലോ, അത് പ്ലൂറൽ ഓഫ് റെസ്പെക്ട് ആയിട്ടല്ലാതെ. അതുകൊണ്ട് നമ്മൾ അള്ളാഹിനെ പറ്റി അവൻ എന്ന് പറയാണ്. അള്ളാഹിനെ ബഹുമാനിക്കാത്തതുകൊണ്ടാണോ? അങ്ങനെയാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയത്. അള്ളാഹുവിനെ അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത്. പിന്നെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അവൻ, നീ അള്ളാഹുവേ എന്നൊക്കെ പറഞ്ഞാലും അങ്ങേയറ്റത്തെ ബഹുമാനം നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും അള്ളാഹുവിനെ പറ്റി വേണമെന്നാണ്. അള്ളാഹുവല്ലേ ഇതൊക്കെ പഠിച്ചത്. നമ്മളിപ്പോ എന്താ ചെയ്തത്? നമ്മൾ എന്താ ഇവിടെ? നമ്മളെ പഠിച്ചത് നമ്മളാണോ? അല്ലല്ലോ. നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, ഓരോരുത്തരും നിങ്ങളെ പഠിച്ചത് നിങ്ങൾ തന്നെയാണോ? അല്ലല്ലോ. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇ, അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ, നിങ്ങളെ വെറുതെ നിങ്ങൾ ഉണ്ടായി വന്നതാണോ? അതല്ല, അല്ലാഹു അല്ലേ നിങ്ങളെ പഠിച്ചത്. ആ റബ്ബിനെ പറ്റി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വിശുദ്ധ റമളാൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഒരു റോഡിലൂടെ നടന്നു പോകുമ്പോ കാണാൻ ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരി പെണ്ണ്, ആ പെണ്ണിന്റെ പിന്നാലെ ഒരു പൂവാലനായി കൂടിയിരുന്ന ഒരാൾ ഒരു ദിവസം ആ പെണ്ണിനെ ഒറ്റക്ക് വഴിയിൽ വെച്ച് കണ്ടപ്പോ അയാൾ പറഞ്ഞു പെണ്ണിനോട്, പെണ്ണേ, ലാ യറാനാ അഹദുൻ ഇല്ലൽ കവാകിബ്, ഈ നക്ഷത്രങ്ങളല്ലാതെ മറ്റാരും എന്നെയും നിന്നെയും ഇന്ന് കാണുകയില്ല. രാത്രിയിൽ ആരാരുമില്ലാത്ത നേരത്ത് മരുഭൂമിയിൽ വെച്ച് കണ്ടപ്പോ അവളിൽ ഹറാം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോ ലാ യറാനാ ഇല്ലൽ കവാകിബ്, നക്ഷത്രങ്ങളല്ലാതെ മറ്റൊന്നും കാണില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഫഅൈന മുകൗകിബുഹാ, ഈ കൗകബുകളെ പടച്ച ഒരുത്തനില്ലേ, അവനെ പറ്റി നീ എന്താണ് ചിന്തിക്കുന്നത്? നക്ഷത്രങ്ങൾ അല്ലാതെ വേറെ ആരും, അള്ളാഹു അല്ലേ നക്ഷത്രങ്ങളെ പടച്ച ഒരുത്തനില്ലേ, അള്ളാഹു ഇല്ലേ? ഇത് പറഞ്ഞപ്പോഴാണ് ചെറുപ്പക്കാരന് വ്യഭിചാരത്തിൽ നിന്ന് മനസ്സുമാറി ഹിദായത്തിന്റെ വഴിയിലേക്ക് മനസ്സ് തിരിയാൻ കാരണമാകുന്നത്. ലഅല്ലകും തത്തഖൂൻ. റബീഅ ഇബ്നു ഖതീം റളിയല്ലാഹു അൻഹു 30 മിൻ ഉംരി, വയസ്സ് 30 ആയിരുന്നു. 30 വയസ്സുള്ളപ്പോ സുമുഖനായിരുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ ആനായ റബീഅ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഒന്ന് പഴപ്പിക്കണമെന്ന് നാട്ടിലെ ചില ചെറുപ്പക്കാരുടെ ഒരു സംഘം, അങ്ങനെ ചെറുപ്പക്കാർക്ക് അങ്ങനെ ഒരു തോന്നി, നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് പഴപ്പിച്ചേക്കാം. അറബികൾ കണ്ട് പരിചയമുള്ളവർക്കറിയുന്ന
പേര് കേട്ട ഒരു അഭിസാരികയെ അവർ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അവളുടെ കയ്യിൽ 100 ദീനാർ കൊടുത്തിട്ട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ എനിക്ക് 100 ദീനാർ തരുന്നത്? അവൾ ചോദിച്ചു. ഒന്നുമല്ല, ഹറമിന്റെ പള്ളിയിൽ ദർസ് നടത്തുന്ന റബീഅ ഇബ്നു ഖതിയം റളിയല്ലാഹു അൻഹു എന്നറിയപ്പെടുന്ന ആ ചെറുപ്പക്കാരനെ ഒന്ന് പിഴപ്പിക്കുമോ? ഒരു ചുംബനം, ഖുബ്ല, ഒരു ചുംബനമാണ് ഞങ്ങൾക്ക് വേണ്ടത്. നീ അത് നിർവഹിക്കുകയാണെങ്കിൽ ഈ 100 സ്വർണ്ണ നാണയം നിനക്ക് സ്വന്തമാണ്. അവള് പറഞ്ഞു, അതോ അതിന്റെ അപ്പുറം വ്യഭിചാരവും ഞാൻ എന്റെ വകയായി നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. 100-ന് ഒരു ചുംബനം മാത്രമല്ല, വ്യഭിചാരം തന്നെ ആവാം. ചെറുപ്പക്കാരെ മനസ്സിലാക്കണേ, തിന്മയിലേക്ക് ഒരുപാട് സാഹചര്യങ്ങളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. റബീഅ റളിയല്ലാഹു അൻഹുവിനെ പഴിപ്പിക്കാൻ 100 ദിർഹം കൊടുത്തിട്ട ഒരു പെണ്ണിനെ പറഞ്ഞയച്ചത്. മഹാനവറുടെ വീട്ടിലേക്ക് പോകുമ്പോ അവളെ പിന്നാലെ കൂടി വഴിയിൽ വെച്ച് അവളുടെ ശരീരഭാഗങ്ങൾ അവൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി, ഹറാമിലേക്കുള്ള ചിന്തകൾ വരുത്താൻ തുടങ്ങി. മഹാനായ റബീഅ എന്നവർ ചോദിച്ചു, പെണ്ണേ അതുഹിബ്ബുഹാ, ഈ തിന്മ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? വഖദ് അതാകി മലകുൽ മൗത്ത്, നിങ്ങളുടെ കാലിൽ നിന്ന് റൂഹിനെ പിടിച്ചു വലിച്ച് തൊണ്ടയോളം കൊണ്ടുപോയി തലയിൽ നിന്ന് റൂഹിനെ വലിച്ചൂരി കൊണ്ടുപോകുന്ന മലക്ക് നിന്റെ മുമ്പിലേക്ക് വരുമ്പോ ഞാൻ നിന്നെ വ്യഭിചരിച്ചത് നിനക്ക് ഇഷ്ടമാകുമോ പെണ്ണേ? ലാ വല്ലാഹി ലാ വല്ലാഹ്, ഇല്ല 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 ഇല്ല, ഒരിക്കലുമില്ല. ജനങ്ങൾ നിന്നെ ഖബറിലേക്ക് വെക്കുകയും മുൻകർ നകീർ അലൈഹിമുസ്സലാം ഖബറിലേക്ക് വന്ന മോളെ എഴുന്നേറ്റിരിക്കുക, നിന്നോട് ചില ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ടെന്ന് ഖബറിലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിനക്ക് അന്നേരം ഞാൻ നിന്നെ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാകുമോ? ആ തിന്മ നടന്നു കഴിഞ്ഞത് നീ അതിനെപ്പറ്റി ഓർക്കുമ്പോൾ നിനക്കന്ന് സന്തോഷമാണോ വരുന്നത്? അതല്ല നിനക്ക് സങ്കടമാണോ വരുന്നത്? ഇല്ല ഇല്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പെണ്ണേ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് യുസ്ഹബൂന അലാ വുജൂഹിഹിം ഇലന്നാർ, നരകത്തിലേക്ക് മുഖത്താൽ വലിച്ചിഴക്കപ്പെട്ട് നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ നരകത്തിലേക്ക് നിന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ ഈ വ്യഭിചാരത്തെ പറ്റി നീ ഓർക്കുമ്പോൾ നിനക്ക് ഇഷ്ടമാകുമോ? ലാ വല്ലാഹി ലാ വല്ലാഹ്, ഇഷ്ടമല്ല ഇഷ്ടമല്ല. താബത് തൗബതൻ, ആ മഹദിയാണ് പിന്നീട് തൗബ ചെയ്ത് മടങ്ങിയത്, പശ്ചാത്തപിച്ചു മടങ്ങി. വല്ലാത്തൊരു തൗബ. ഫകാനത് തുസമ്മ ആബിദത്തുൽ കൂഫ, കൂഫയിലെ പ്രധാനപ്പെട്ട ഇബാദത്ത് ചെയ്യുന്ന പെണ്ണ് എന്ന ആ സ്ഥാനപ്പേരിൽ അറിയപ്പെട്ട മഹദിയാണ്. ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്ന പെണ്ണ്, മുമ്പൊരിക്കൽ വ്യഭിചരിച്ച് നടന്നിരുന്ന പെണ്ണ്, പിന്നീട് റബീഅ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് മഹാനവറുകളുടെ ചോദ്യമാണ് അവളെ നന്മയിലേക്ക് നയിച്ചത്. തൗബ ചെയ്ത് മടങ്ങി, റബ്ബേ ഞാൻ എന്തിനാണ് ഈ തെറ്റുകൾ ചെയ്യുന്നത്? ഹലാലായത് അല്ലാഹു അനുവദിച്ചിരിക്കെ എന്തുകൊണ്ട് ഞാൻ ഹറാമിലേക്ക് പോകണം? ഹലാലായൊരു ചെയ്യുന്നതെന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി. ആബിദത്തുൽ കൂഫ, കൂഫയിലെ ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്ത പെണ്ണായി മാറിയത് റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടലാണ്. ലഅല്ലകും തത്തഖൂൻ, ആരാരും കാണുന്നില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് എന്നറിയണം. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നി ലഉൻഷിദു ഇൻദക ശിഅറ, ഞാനൊരു പാട്ട് പാടിക്കൊള്ളട്ടെ. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞു, പാടിക്കോളൂ. നല്ല പാട്ടായിരുന്നു അത്. ആളിങ്ങനെ പാടിക്കൊടുത്തു. ഇദാ മാ ഖലൗത അദ്ദഹ്റ യൗമൻ ഫലാ തഖുൽ, ഇദാ മാ ഖലൗത അദ്ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു ولا تحسبن الله يغفل ساعة ولا أن ما تخفيه عنك يغيب. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോടായി പറയുന്നത്, അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ, إذا ما خلوت الدهر يوما فلا تقل خلوت, ഒരിക്കലും ഒറ്റക്കായിരിക്കുന്ന നേരത്തെ ഒരു മൊബൈൽ ഫോൺ പിടിച്ച് നിന്റെ അരികത്ത് ആരുമില്ല, നീ ഒരു റൂമിനകത്താണ്, ഒരു വീടിനകത്താണ്, നിന്റെ ഓഫീസിനകത്താണ്, നിന്റെ
ജോലി സ്ഥലത്താണ്, അല്ലാത്തിടത്താണ്, ഒറ്റക്കൊരു ബീച്ചിലാണ്, കാട്ടിലാണ്, എവിടെയെങ്കിലും നീ പോയിരിക്കുകയാണ്, ഏതെങ്കിലും രാജ്യത്താണെന്നിരിക്കട്ടെ, ഒരിക്കലും ചിന്തിക്കല്ല മോനെ ഖലൗതു, ഞാൻ ഒറ്റക്കാണെന്ന് ചിന്തിക്കല്ലേ. വലാകിൻ അലൈക റഖീബു, അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നേ, ഒറ്റക്കല്ല, നിന്റെ കൂടെ അല്ലാഹു ഉണ്ട്. വലാ തഹ്സബന്നല്ലാഹ യഗ്ഫുലു സഅതൻ വലാ അന്നമാ തുഖ്ഫീഹി അൻഹു യഗീബു. അല്ലാഹുവിനെ പറ്റി നീ അല്ലാഹു അറിയില്ല, അല്ലാഹു കാണില്ല എന്ന് വിചാരിച്ച് മറച്ചു പിടിക്കുന്നതെല്ലാം അല്ലാഹു അറിയുന്നുണ്ട് മോനെ. ആ ഒരു വചനം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ മുമ്പിൽ വന്ന് പാടിക്കൊടുത്തപ്പോഴാണ് വാതിലടച്ചു വെക്കുകയും പൊട്ടിക്കരയുകയും ചെയ്ത് ഒരുപാട് നേരം കഴിഞ്ഞും മഹാനവറുകൾ പുറത്തു വരാതെ കണ്ടപ്പോഴാണ് മുതഅല്ലിമീങ്ങളായ ആളുകൾ വാതിൽക്കൽ പോയി കാത്തിരിക്കുന്നത്. മഹാനവറുകൾ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പാടുകയാണ്, ഇദാ മാ ഖലൗത അദ്ദഹറ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. ആ വചനങ്ങൾ ഇങ്ങനെ ചൊല്ലിയിട്ട് ഒറ്റക്കിരുന്ന് കരയുന്നു. ഒരു വാതിലടച്ച് ഒറ്റക്കായിരുന്നാലും ഒറ്റക്കാണെന്ന് പറയല്ലേ, നീ ഒറ്റക്കല്ല. അങ്ങനെയാണ്, അല്ലാഹു കാണുന്നുണ്ട്. ആ ഒരു ബോധം നമ്മുടെ മക്കൾക്കും വിദ്യാർത്ഥിനികളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ വല്ല കുഴപ്പമുണ്ടോ, തഖ്വയുണ്ടെങ്കിൽ, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. അല്ലാഹുവിന്റെ ബറക്കത്ത് നമ്മുടെ നാട്ടിൽ കിട്ടൂലേ? നമ്മുടെ മക്കളൊക്കെ ഈ ഒരു ചിന്ത കിട്ടാനാണ് റമദാൻ നമുക്ക് തരുന്നത്. അല്ലാഹു കുടിക്കാൻ വെള്ളമുണ്ട്, വെള്ളം കുടിക്കാൻ ജായിസാണ്, പക്ഷേ റമദാനിൽ നോമ്പുകാരന് ഹറാമാണ്. പടച്ചോനെ, ഹലാല് പോലും ഹറാമായിട്ട് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ റമദാൻ ഇല്ലാത്ത നേരത്തെ ഹറാം എന്നല്ലേ? ഹറാം ഒഴിവാക്കി കൂടെ, എന്ത് പ്രയാസമാണ്. നോമ്പ് നോറ്റിട്ട് ഹലാലായ വെള്ളം, നോമ്പല്ലാത്ത സമയത്ത് ഹലാലായ വെള്ളം നിങ്ങൾ കുടിക്കണില്ല, എന്നാ പിന്നെ നോമ്പല്ലാത്ത നേരത്തെ ഹറാം ഒഴിവാക്കാൻ എളുപ്പല്ലേ? ഒരു പെൺകുട്ടി ഉമ്മയോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, പൊന്നാരുമ്മ എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം. ഉമ്മ വിചാരിച്ചു, പഠിച്ച റബ്ബേ, ഇങ്ങനത്തെ മക്കളൊക്കെ ദുന്യാവ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യല്ലേ. സ്കൂളിൽ +2 പഠിക്കുന്ന കുട്ടിയെ പറഞ്ഞതേ. ഉമ്മി തന്നെ വാഹത്ത് മോള് പറഞ്ഞു, ഉമ്മാന്റെ മൊബൈൽ ഫോണിന്ന് കിട്ടിയാൽ എനിക്ക് സുബഹിക്ക് എണീക്കാൻ അലാറം വെക്കാനാണ്. ഉമ്മ എന്ത് ചെയ്തേക്ക്, ആ മൊബൈൽ ഫോണിന്റെ അടുത്ത് തന്നാൽ മതി, ഉമ്മ കിടന്നുറങ്ങാമോ, എനിക്കൊരു 3 മണിക്കൊക്കെ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. റഹ്മാനായ റബ്ബേ, ഉമ്മി വിചാരിച്ചു നല്ല കുട്ടിയാണല്ലോ. അപ്പൊ എന്താണ് സംഗതി? 2 മണിക്ക് കാമുകന് മിസ്കോൾ അടിക്കാനായി വിളിച്ച് കൊണ്ടുപോണത് ഫോണേ. അപ്പോൾ മിസ്കോൾ അടിച്ച് അവസാനം കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോഴാ ഇവളി തഹജ്ജുദിന് എഴുന്നേൽക്കാനെന്ന് പറഞ്ഞ് വാങ്ങി അലാറം വെക്കാനാന്ന് പറഞ്ഞത് ഈ തോന്നിവാസത്തിനായിരുന്നു എന്ന് ഉമ്മാക്കും നാട്ടുകാർക്ക് മനസ്സിലാകണത്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ നമ്മൾ അള്ളാനെ പറ്റിക്കാൻ നിൽക്കണ്ട. ഇദാ മാ ഖലൗത അദ്ദഹറ യൗമൻ ഫലാ തഖുൽ ഖലൗതു, ഒറ്റക്കാണെന്ന് പറയല്ലേ മോളെ, നിന്റെ കൂടെ അല്ലാഹു ഉണ്ട്, നീ ഒറ്റക്കല്ലല്ലോ. ഒറ്റക്കാവുമ്പോഴാണ് ആൾക്കാരെ പറ്റിക്കാൻ പറ്റുന്നൊക്കെ തോന്നുന്നത്. ഒറ്റക്കല്ല, നമ്മൾ അത് മനസ്സിലാക്കണം. ഒറ്റക്കല്ല. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള സമയം ആസന്നമായിരിക്കുന്നു. ലഅല്ലകും തത്തഖൂൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹുവിനെ പറ്റിയുള്ള ചിന്തകൾ ഉണ്ടാവാനാ അല്ലാഹു നിങ്ങൾക്ക് ഈ ഒരു അവസരം നൽകിയിരിക്കുന്നത്. ഒരു തിരിച്ചുപോക്കിന്റെ അവസരം, ഒരു അവസരം കൂടെ വന്നെത്തിയിരിക്കുകയാണ് നമ്മുടെ കൺമുമ്പിൽ എത്തി നിൽക്കുകയാണ്. ഈ ദിവസങ്ങൾ, മണിക്കൂറുകളാണ് ബാക്കിയുള്ളത്. ഒരവസരം കൂടെ അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കാൻ അല്ലാഹു തരുമോ ഇല്ലയോ? അല്ലാഹു നമ്മളെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, പ്രഗൽഭനായ പണ്ഡിതനും തസൗഫിന്റെ ലോകത്തെ സാഹിദീങ്ങളുടെ ലോകത്തറിയപ്പെടുന്ന മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, ആദ്യകാലത്ത് ഇച്ചിരി കള്ളുകൂടിയൊക്കെ ഉണ്ടായിരുന്ന, പിന്നീട് നന്നായി വലിയ മഹാനായി മാറിയ ആളാണ് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ അങ്ങനെ കള്ളുകൂടിയ നന്നായി നല്ല കുട്ടിയായിട്ട് വന്നാൽ തന്നെ നമ്മൾ എന്താ പറയാ, അവന് പിന്നെ കഥ മറക്കൂല. അല്ലാഹു തആല പുറത്തു വന്നിട്ടുണ്ടാവും ചിലപ്പോ. നാട്ടുകാർ പിന്നെയും പഴയ തന്നെ പറയാം. ഒരാള് നന്നാവും. ഇപ്പൊ ഈ റമദാനിൽ ഇപ്പൊ ഒരാള് നന്നായിട്ട് നമ്മുടെ പള്ളിക്ക് നിസ്കരിക്കാനൊക്കെ റെഡിയായിട്ട് റമദാൻ വേദമൊക്കെ കേട്ടിട്ടോ അല്ലാതെ ആരെങ്കിലും ഉപദേശം കേട്ടിട്ടോ ഒരാൾ നിസ്കാരമൊക്കെ തുടങ്ങട്ടെ എന്ന് വിചാരിച്ച് പള്ളിയിലേക്ക് വന്ന ഈ എന്താ ഇവിടെ ഇത് കള്ളുഷാപ്പല്ലോ, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ അവനിരുത്തിയിട്ട് പിന്നെ ആദ്യമായിട്ട് വരുമ്പോ നിസ്കരിക്കുക
കഴിഞ്ഞിട്ടേ ഞാൻ നിനക്ക് പറഞ്ഞുതരാം, ജമാഅത്തിന് കഴിയട്ടെ, എന്ത് ചെയ്യാ, എന്തൊക്കെയാ ചൊല്ലേണ്ടത്, ഫാത്തിഹ ഞാൻ പഠിപ്പിച്ചുതരാം, നിസ്കാരം കഴിഞ്ഞിരിക്കും, ഞാൻ കുറച്ച് ഖുർആൻ ഓതാൻ പഠിപ്പിച്ചുതരാം. ഇങ്ങനെ നമ്മൾ പറയേണ്ടത്. നമ്മൾ ആളെ ഡിസ്കറേജ് ചെയ്യും, പിന്നെ പള്ളിക്ക് തന്നെ വരില്ല. അങ്ങനെ ഉണ്ടാവുക. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യരുത്. നന്നാവാനുള്ള അവസരം അള്ളാഹു നൽകുകയാണ്. മഹാനായ അല്ലാമ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു കിതാബു തവ്വാബീനിൽ ഒരു സംഭവം പറഞ്ഞു. കലീമുല്ലാഹി മൂസ എന്ന് ചോദിക്കാൻ 12,000 ആളുകളെയും കൊണ്ട് മരുഭൂമിയിലേക്ക് ഇസ്തിസ്ഖാഇന്റെ നിസ്കാരത്തിന് വന്നിരിക്കുന്നു. മഴയെ തേടുന്ന നിസ്കാരം, അങ്ങനെ നമ്മൾ പറയാ, ഇസ്തിസ്ഖാഇന്റെ നിസ്കാരം. മഴ വേണം റബ്ബേ എന്ന് ചോദിക്കാൻ 12,000 ആളുകൾ. മൂസ നബി അലൈഹി സ്വലാം ചോദിച്ചു, അല്ലാഹുമ്മ അഗ്തിനാ അല്ലാഹുമ്മ അഗ്തിനാ ഗൈതൻ മുഗീസാ അല്ലാഹുമ്മ അഗ്തിനാ ബിൽ ബിർറുല്ലഇ വറുക്കഇ വറുത്തഇ. പടച്ചവനെ, പാവപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് റബ്ബേ, പ്രായമായവരുണ്ട് റബ്ബേ, കന്നുകാലികളുണ്ട് അല്ലാഹുവേ, ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം. ഫമാ സാദത്തിസ് സമാ ഇല്ലാ തഖശ്ശുഅ. ആകാശലോകത്ത് ചൂട് കൂടുകയാണ്, വെയിൽ കൂടുന്നു, ഉഷ്ണം വർദ്ധിക്കുന്നു, മഴക്കാറ് പോലും കാണാനില്ല, മഴ പെയ്യുന്നില്ല. കലീമുല്ലാഹി മൂസ നബി ചോദിച്ചുവല്ലോ, റബ്ബേ നീ എന്താ ഞങ്ങൾക്ക് മഴ തരാത്തത്? നീ എന്താ റബ്ബേ മഴ തരാത്തത്? മൂസ നബിയെ, വകൈഫ, എങ്ങനെയാണ് ഞാൻ മഴ തരുന്നത്? വഫീകും റജുലുൻ, നിങ്ങളിൽ ഒരാളുണ്ട്, യുബാരിസുനി ബിൽ മഅസിയതി മുൻദു 40 സന, 40 വർഷമായി കൂളായി തെറ്റ് ചെയ്ത് നടക്കുന്ന, കള്ളു കുടിക്കുന്ന, തോന്നിവാസം ചെയ്യുന്ന ഒരാൾ 40 വയസ്സ്, 40 വയസ്സല്ല 40 കൊല്ലമായി, മിനിമം 55 വയസ്സൊക്കെ ഉണ്ടാവും നമ്മൾ അനുമാനിക്കാം. 40 കൊല്ലമായി സ്ഥിരം തെറ്റ് ചെയ്ത് നടക്കുന്ന ഒരാൾ, ഈ 12,000-ൽ ഒരാളുണ്ട് മൂസ നബിയെ. അയാൾ പുറത്തു പോവാതെ മഴ കിട്ടുന്ന പ്രശ്നമില്ല. മുസ്ലിം ചോദിച്ചു, റബ്ബേ അന അബ്ദുൻ ദഈഫ് വസൗതി ദഈഫ്. അല്ലാഹുവേ, ഞാൻ ഈ ചെറിയ മനുഷ്യനല്ലേ, എന്റെ ശബ്ദം ദുർബലമല്ലേ, ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ തെറ്റ് ചെയ്ത ആള് പുറത്തു പോട്ടെ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഈ 12,000 ആളുകളൊക്കെ എങ്ങനെ കേൾക്കുക പടച്ചോനെ? ഞാനിപ്പോ എന്താ ചെയ്യാ? മൂസ നബി, നിങ്ങൾ വിളിച്ചു പറഞ്ഞോളൂ. വഅലൈനൽ ബലാ, അത് കേൾപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചു പറഞ്ഞില്ലേ ഹജ്ജിന് വരണമെന്ന്? ഇബ്രാഹിം നബി ചോദിച്ചില്ലേ, അള്ളാഹു ആരാ കേൾക്കുക? പറഞ്ഞോളി ഇബ്രാഹിം നബിയെ, അതൊക്കെ ഞാൻ എത്തിച്ചു കൊടുത്തേക്കാം. മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ലാഹു എന്നോട് പറയുന്നു, ജനങ്ങളെ, നമ്മളിൽ 40 കൊല്ലമായി പാപം ചെയ്യുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അയാൾ പുറത്തു പോവാതെ അല്ലാഹു മഴ തരുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ മനുഷ്യൻ അടിയന്തരമായി പുറത്തു പോകണം എന്ന് പറഞ്ഞപ്പോ ഇയാൾ ഇങ്ങനെ റൈറ്റുക്കും ലെഫ്റ്റുക്കും ഇങ്ങനെ നോക്കി, റബ്ബേ ആരും പോണില്ല. മൂസ നബി പറഞ്ഞു, വീണ്ടും ഒന്നുകൂടെ ആ മനുഷ്യൻ പുറത്തു പോകണം. 40 കൊല്ലമായി അല്ലാഹു തെറ്റ് ചെയ്യുന്ന ആള് പുറത്തു പോകണം. വലത്ത് ഇടത്ത് നോക്കിയിട്ടൊന്നും ഒരു മഖ്ലൂക്ക് അനങ്ങണില്ല ഗ്രൂപ്പിൽ നിന്ന്. അദ്ദേഹം ഉറപ്പിച്ചു, റബ്ബേ ഇതിനെ പറ്റി തന്നെയാണ് ഈ പറയുന്നത് എന്ന്. അദ്ദേഹം തല താഴ്ത്തി പിടിച്ചിട്ട് പറഞ്ഞു, റഹ്മാനായ റബ്ബേ, 40 കൊല്ലം നീ എന്നെ അപമാനിച്ചിട്ടില്ല. ഇന്ന് നിന്നോട് തൗബ ചെയ്ത് റബ്ബേ ഞങ്ങൾക്ക് മഴ വേണം എന്ന് ചോദിക്കാൻ വന്ന ഈ നേരത്ത് ഞാനങ്ങ് പുറത്തു കടന്നാൽ 12,000 വരുന്ന ബനു ഇസ്രായേലിന്റെ മുമ്പിൽ ഞാൻ അപമാനിതനായി പോകും റബ്ബേ. തന്റെ ഒരു വസ്ത്രമെടുത്ത് തലയങ്ങ് മൂടുകയും മാപ്പ് തരണേ റബ്ബേ, മാപ്പാക്കണേ റബ്ബേ, മാപ്പാക്കണേ എന്ന് അയാൾ മനസ്സിൽ പറയുകയേ വേണ്ടു. ആകാശത്തുനിന്ന് കുത്തിച്ചൊരിയുന്ന മഴ പെയ്യുകയായി, തിമർത്ത് പെയ്യുന്ന മഴ. മൂസ നബി ചോദിച്ചു, യാ അല്ലാഹ്, ആരും പുറത്തു പോയിട്ടില്ല, മഴ പെയ്യും ചെയ്തു, ഇതെന്താ പടച്ചോനെ? മുതിർത്തും ബില്ലദീ മുനിഅതും ബി, ആരൊരാള് കാരണമായിരുന്നോ നിങ്ങൾക്ക് ഞാൻ മഴ തരാതിരുന്നത്, അതേ മനുഷ്യൻ കാരണമാണ് നിങ്ങൾക്ക് മഴ കിട്ടിയത്. മൂസ നബി ചോദിച്ചു, പടച്ചോനെ അങ്ങനെയോ? അല്ലാഹു മൂസ നബിക്ക് വഹി അറിയിച്ചു കൊടുത്തു, ഇതാണ് മൂസ നബിയെ, അദ്ദേഹം എന്നോട് തൗബ ചെയ്ത് മടങ്ങി. ആ കൂട്ടത്തിനിടയിൽ ഒറ്റക്ക്, റബ്ബേ മാനം കെടുത്തല്ലേ റബ്ബേ, ഞാൻ ഇപ്പൊ പുറത്തുപോയ എല്ലാവരും എന്നെ നോക്കൂലേ, അതുകൊണ്ട് റബ്ബേ എന്റെ മാനം കെടുത്തല്ലേ എന്ന് അദ്ദേഹം എന്നോട് തൗബ ചെയ്ത് മടങ്ങി മൂസ നബിയെ. മൂസ നബി ചോദിച്ചു, അല്ലാഹുവേ അരിനീ ദാലികൽ അബ്ദസ് സ്വാലിഹ്, തൗബ ചെയ്ത് മടങ്ങി നല്ലവനായി മാറിയ ആ ഒരു നല്ല മനുഷ്യനെ എനിക്കൊന്ന് കാണിച്ചു താ റബ്ബേ, അയാളൊന്ന് കാണണം എനിക്ക്.
അല്ലാഹുവിന്റെ മറുപടി ഒന്നും എന്താണെന്നറിയോ? മൂസ നബിയേ ലം അഫ്ളഹു വഹുവ യഅസ്വീനി വഹൽ അഫ്ളഹു വഹുവ യുതീഉനി. മൂസ നബിയേ, എനിക്ക് തെറ്റ് ചെയ്ത് നടന്ന കാലത്ത് ഞാൻ അവനെ മാനം കെടുത്തിയിട്ടില്ല. അവൻ ഇന്ന് തൗബ ചെയ്ത് മടങ്ങിയിരിക്കെ ഞാൻ അവനെ മാനം കെടുത്തുമോ മൂസ നബിയെ? ഞാൻ പറഞ്ഞു തരികയില്ല. ഇതാണ് റഹ്മാനായ റബ്ബ്, ഇതാണ് കാരുണ്യവാനായ റബ്ബ്. പാപിയായിരുന്ന കാലത്ത് അല്ലാഹു മാനം കെടുത്തിയില്ലല്ലോ. അതുകൊണ്ട് മൂസ നബിയെ അവൻ നന്നായില്ലേ, നല്ല ആളായി മാറിയില്ലേ? ഇനി ഞാൻ അയാളെ കാണിച്ചു തന്നാൽ ജനങ്ങൾ പഴയ ഫ്ലാഷ് ബാക്കാ പറയാ അല്ലേ? ഇയാളാണല്ലേ, ഇപ്പൊ പിടിച്ച് നന്നായതാണല്ലേ. പറഞ്ഞു തരില്ല മൂസ നബിയെ, ചോദിക്കണ്ട. നിങ്ങൾക്ക് മഴയല്ലേ വേണ്ടത്, ഞാൻ മഴ തന്നിരിക്കുന്നു എന്ന് അല്ലാഹു തുരുതുരാ മഴ പെയ്യിച്ചു കൊടുത്തത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പഠിപ്പിച്ച ഒരു സംഭവമാണ്. അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. നമ്മളിപ്പോ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒറ്റക്ക് ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് തൗബ ചെയ്യാൻ ഇവിടെ ഇരുന്നിട്ട് റബ്ബേ കുറെ കുരുത്തക്കിടക്ക് അറിയാതെ കളിച്ചു പോയി, പഠിച്ചോനെ ഈ നിലക്ക് ഇനി എങ്ങാനും എന്നെ പിടിച്ചു കൊണ്ടുപോയി എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും റബ്ബേ സ്ഥിതി? എനിക്ക് മാപ്പുതാ. നമ്മൾ ഇരുന്ന ഇരിപ്പിൽ സീറ്റിൽ ഇരുന്നിട്ടോ നമ്മൾ ദുആയിരക്കാണ്. ഒരുപക്ഷെ അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിച്ചേക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബ്. 40 വയസ്സിൽ താഴെയുള്ള ഒരു ചെറുപ്പക്കാരൻ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ചെറുപ്പക്കാരൻ ഇസ്ലാമിക ലോകത്ത് ദാഇയായി, പ്രബോധകനായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കഥ പറയുന്നുണ്ട്. അന്നൊരിക്കൽ 40 വയസ്സാകുന്നതിന്റെ മുമ്പ് അദ്ദേഹം കഥ പറയാൻ, ഞാൻ കല്യാണം കഴിച്ചു, വിവാഹ ജീവിതം വളരെ മനോഹരമായ കുടുംബജീവിതം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്റെ ഭാര്യയെ സമീപിക്കാറില്ലായിരുന്നു. ഒരുപാട് ആളുകൾ ചെയ്യുന്ന തെറ്റാണത്. സ്വന്തം കുടുംബം, ഹലാലായ ഒരു ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ അവളുണ്ടായിരിക്കെ തന്നെ ഹറാം അന്വേഷിച്ചു പോയിരുന്ന ആളായിരുന്നു ഞാൻ. അയാൾ പറഞ്ഞു, എനിക്ക് മദ്യപാനം എന്റെ ശീലമായിരുന്നു, കള്ളു കുടിക്കാതെ ഉറക്കം വരില്ലായിരുന്നു. അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ അങ്ങനെ വല്ല കൂട്ടുകെട്ടിലും പെട്ടുപോയവരുണ്ടെങ്കിൽ അല്ലാഹു വളരെ പെട്ടെന്ന് മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു തുള്ളി പോലും അങ്ങോട്ട് കടക്കാതെ രക്ഷപ്പെടണം. കാരണം പുതിയ ഡ്രസ്സും അഴുക്കായത് കഴുകിയെടുക്കുന്നതും രണ്ടാണ് എന്ന് തന്നെ മനസ്സിലാക്കണം എന്നാണ് ഗസാലി ഇമാം തങ്ങൾ പറയാണ്. പക്ഷെ വാഷ് ചെയ്തെടുത്താൽ അതിൽ എന്തില്ല, അഴുക്കൊന്നും ഇല്ല. എന്നാലും അഴുക്ക് പുരളാത്ത ഒരു നല്ല ഡ്രസ്സ് പോലെ അല്ലല്ലോ അഴുക്കായത് നന്നാക്കി എടുക്കുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് അങ്ങനെ ഉദാഹരിച്ചുകൂടാന്ന തൗബ ചെയ്തവർക്ക് തെറ്റുപോലും ഇല്ലാത്ത പോലെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ പറയാൻ, എനിക്ക് കള്ളു കുടിക്കാതെ വ്യഭിചരിക്കാതെ ഉറക്കം വരില്ല. ആരെന്നറിയോ? കല്യാണം കഴിച്ച ആൾ. നിക്കാഹിന്റെ സദസ്സിലൊക്കെ എന്താ ഉസ്താദന്മാര് ചൊല്ലിത്തരുന്നത്? ഹദീസ് ഓതിത്തരുന്നില്ലേ? മഅ്ശറ ശബാബ്, ചെറുപ്പക്കാരെ നിങ്ങൾ കല്യാണം കഴിക്കണേ. ഫഇന്നഹു അഗല്ലു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർജ്. നിങ്ങൾക്ക് ചാരിത്ര ശുദ്ധി ഉണ്ടാവാനും നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കുവാനും അത് അനിവാര്യമാണ്. കണ്ണ് സൂക്ഷിക്കാനും അന്യ പെണ്ണുങ്ങളെ നോക്കാതിരിക്കാനും അവരിൽ വൈകാരിക ചിന്തകൾ നിങ്ങൾക്കില്ലാതിരിക്കുവാനും വ്യഭിചാരത്തെക്കുറിച്ച് ആലോചിക്കാതിരിക്കാനും നിങ്ങൾ വിവാഹിതരാവണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വിവാഹിതനായ ഒരാൾ വ്യഭിചരിക്കുകയും അത് കോടതിക്ക് മുമ്പിൽ തെളിയിക്കപ്പെടുകയും ചെയ്താൽ ഇസ്ലാമിക കോടതി വിധിക്കുന്ന ആളുകൊണ്ട് കൊല്ലാൻ പറ്റാത്തത് കൊണ്ടല്ല, അമ്പെയ്തുകൊണ്ട് കൊല്ലാൻ പറ്റാത്തത് കൊണ്ടല്ല, ആ തിന്മ അത്രക്ക് മോശമാണെന്ന് ശറഅ പഠിപ്പിച്ചു. എന്തുകൊണ്ട്? ഇത് ഇഫ്അൽ ലാ തഫ്അൽ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ലോകമാണിത്. ഡു ആൻഡ് ഡോൺസ്. അല്ലാഹു അരുതെന്ന് പറഞ്ഞത് അരുതെന്ന് തന്നെ. മറ്റു കാരണം അന്വേഷിച്ചൂടാ. എന്തുകൊണ്ട്? അത് പ്രശ്നമല്ല. ഉടമസ്ഥൻ പറഞ്ഞു അരുത്, പിന്നെ അരുത്. അതിന് നമ്മൾക്കാകുമോ? ഇതാണ് വിഷയം. അദ്ദേഹം പറയാണ്, ഞാനന്ന് കള്ളു കുടിക്കാതെ വ്യഭിചരിക്കാതെ എനിക്ക് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. എനിക്കൊരു പൊന്നുമോള് ജനിച്ചിരുന്നു. ആ മോൾക്ക് 4 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. 5 വയസ്സാകാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും എന്റെ കുഞ്ഞിനെ ഞാൻ കാണാറില്ല. വീട്ടിലേക്ക് പാതിരാത്രി കയറി വരും. സുബ്ഹാനല്ലാഹ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചില കുട്ടികൾ തുടങ്ങുമ്പോൾ നാട്ടിലൊന്നും രക്ഷിതാക്കൾ ഇല്ലാത്തത് കൊണ്ടും വലിയ വിഷമം. എനിക്കൊന്നും ആലത്തൂർ പഠിക്കൽ ഇഷ്ടം പോലെ രക്ഷിതാക്കൾ ഉണ്ടെന്നാണ് തോന്നുന്നത് നിങ്ങളൊക്കെ കാണുമ്പോൾ. സാധാരണ ഒരു നാട്ടിലും
പെണ്ണുങ്ങളുണ്ട് എന്നല്ലാതെ ആണുങ്ങൾ എന്ത് ചെയ്യുന്നില്ല? കുട്ടികളെ തർബിയത്ത് ചെയ്യാൻ, പരിപാലിക്കാൻ വീട്ടിൽ നാഥന്മാരില്ലാതെ പാതിര നേരത്ത് +2 പഠിക്കുന്ന കുട്ടി രാത്രി വരുന്നു 11 മണിക്ക്, ഡിഗ്രിക്ക് പഠിക്കണം വരുന്നു 2 മണിക്ക്, PG അതിനപ്പുറം കഴിഞ്ഞവൻ വരുന്നുണ്ട് പുലർച്ചെ 3:30 മണിക്ക്. ഇങ്ങനെ വയസ്സ് കൂടുന്തോറും ഇങ്ങനെ സുബൈയായിട്ട് വരികയാണ്. എവിടെ പോയത് മോനെ ഉമ്മാക്ക് ചോദിക്കാൻ പോയി. ഉമ്മ ചോദിച്ചാൽ ഉമ്മാന്റെ നെറുക്കായി പോയി. ആരോ തമാശ പറഞ്ഞല്ലോ, പണ്ടൊക്കെ ഉമ്മ ചോറ് തിന്ന മോനെ, ചോറ് വെച്ചാൽ നിനക്ക് മുട്ടായി തരാന്ന് പറഞ്ഞു. ഇപ്പം അമ്മ ചിലവര് തന്നിട്ടില്ലെങ്കിൽ പച്ചവെള്ളം തരൂല എന്ന് അമ്മ പറയണം. ഉമ്മാന്റെ സ്വഭാവമൊക്കെ പറ്റ മാറിയിരിക്കണെന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ അങ്ങനെയാ ഉമ്മമാരെ കാണുന്നത് അല്ലെ? ചെറുപ്പത്തിൽ അങ്ങനെ, ഇപ്പം ഇങ്ങനെ ആയിപ്പോയത്. ഉമ്മമാർക്ക് മക്കളോടൊരു സധൈര്യം, ഒരു കാര്യം പറയാൻ ധൈര്യം വരുന്നില്ല. മോനോട് ചെയ്യരുത്, മോൻ പോവരുത്, ഇതൊക്കെ പറയാൻ പറ്റുന്ന, നമ്മൾ പറയില്ല ഗഡ്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പൊ പിള്ളേരങ്ങനെ വളരെയാണ്, അവരങ്ങനെ ഷവർമയൊക്കെ തിന്നിട്ട് വളരെ തന്നെയാണ്. നമ്മൾ വളർത്തുന്നില്ല എന്നൊരു വലിയ വിഷയം അവിടെ ഉണ്ട്. അല്ലാഹു നമ്മുടെ ഉമ്മത്തിന് നന്മയിലേക്ക് തിരിച്ചു വരാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ നന്നായി വരുമ്പോൾ അതൊരു വലിയ നിഅമത്താണ്, വലിയ ഐശ്വര്യമാണ്. അള്ളാഹുവിന്റെ പൊരുത്തം നമ്മുടെ നാട്ടിലുണ്ടാവും, നമ്മുടെ വീടുകളിലുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഫലം അള്ളാഹു നമുക്ക് കാണിച്ചു തരും. അള്ളാഹു നമുക്ക് നന്മയിലായി ജീവിക്കാൻ തൗഫീഖ് തരട്ടെ. അദ്ദേഹം പറയണം, അന്നൊരു രാത്രി എന്റെ കുഞ്ഞിന് 5 വയസ്സ് പ്രായമാകാൻ നിൽക്കുമ്പോൾ അന്നൊരു രാത്രി എന്റെ കൂട്ടുകാരൊത്ത് ഒരു സ്ഥലത്ത് ഞങ്ങൾ മേളിക്കാൻ ഒരുമിച്ച് ചേരാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു. നമ്മളെ മലപ്പുറം കുന്നുമറ്റ കഥപ്പ് എന്താ ശരിയായിക്കണം? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ കോട്ടക്കുന്നല്ലേ? കോട്ടക്കുന്നിലൊന്നും കോട്ട പോയിട്ട് അവിടെ കുടുംബങ്ങൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ചെറുക്കന്മാരൊന്ന് തിരക്കാന്ന് പറഞ്ഞിട്ടേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ മേൽമുറിയത്തെ കുട്ടികളൊന്നും അവിടെ ഇല്ലല്ലോ. ഇവിടുത്തെ ആലത്തൂർ പഠിക്കുന്ന കുട്ടികളൊന്നും ഇല്ലാന്ന് വിചാരിക്കട്ടെ. കള്ളു കുടിച്ചിട്ടൊക്കെ വീഴാന്നാ കേട്ടത്. സുബ്ഹാനല്ലാഹ്. നമ്മളെ നല്ല കുട്ടികൾ, മുസ്ലിം കുട്ടികൾ എത്രയോ. എൻ്റെ സുഹൃത്തന്നെ നമ്മുടെ ദഅ്വ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു ദാരിമി ഉസ്താദുണ്ട്. അദ്ദേഹം തന്നെ പറയാണ്, കോട്ടക്കുന്നിൽ ചെന്ന് നോക്കുമ്പോൾ എത്രയോ ഹിന്ദു ചെറുക്കന്മാരുടെ കൂടെ നമ്മുടെ മഫ്തട്ട കുട്ടികൾ സ്കൂളിൽ നിന്ന് ഓടി വരികയാണ്. +2 ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ കോട്ടക്കുന്നിൽ ഐസ്ക്രീം മേടിച്ച് നിൽക്കുക. ആര് കയ്യിൽ മറ്റവന്റെ കയ്യിൽ ഇതുണ്ട്, അവനെ കുറി തൊട്ടിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് മഫ്തട്ട കുട്ടികൾ, അന്യ മതസ്ഥരായ ചെറുപ്പക്കാരുടെ കൂടെ നമ്മുടെ കോട്ടക്കുന്നിൽ, നമ്മുടെ തൊട്ടടുത്തല്ലേ ഈ സംഭവം. ഞാനിങ്ങളൊക്കെ മലപ്പുറം ജില്ലക്കാർ തന്നെയാണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ സ്വകാര്യമായ ഒരു സങ്കടം പങ്കുവെക്കാൻ, നമ്മുടെ പരിസരത്തുള്ള ചെറുപ്പക്കാരൊക്കെ നന്നായാൽ ഇതിലൊക്കെ ഇടപെടാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. തോന്നിവാസ ലോകത്ത് എല്ലാവരും ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനല്ല, നമ്മൾ അതിനെതിരെ ചെയ്യണം. അതാണ് ആണത്തെന്ന് പറയാം അല്ലെ? ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് നമ്മൾ ആൺകുട്ടികളാവുന്നത്. അപ്പോ അല്ലാഹു തആല നമ്മളുടെ മക്കളിൽ നന്മ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. നമ്മുടെ മക്കളിലും മക്കളുടെ മക്കളിലും. അദ്ദേഹം പറയാ, ഞാനും എന്റെ കൂട്ടുകാരും ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചു, കള്ളുടിക്കാനും പിന്നെ എന്ത് ചെയ്യാൻ, വ്യഭിചരിക്കാനും. അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ ജീവിതത്തിലേക്ക് ഇടപെടാൻ പോകുന്ന നേരമായിരുന്നു അത്. ഞാൻ ഈ പറയുന്ന ആൾ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്, പക്ഷെ മലയാളിയല്ല, ഇന്ത്യയിലല്ല. അദ്ദേഹം കൂട്ടുകാര് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ വൈകിപ്പോയി. അപ്പോഴേക്കും അവര് കള്ളുകുപ്പിയും പെണ്ണൊക്കെ അവര് പോയിട്ടുണ്ട്. അദ്ദേഹം പറയാം, ഞാൻ അവരെ വിളിച്ചു, കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചു, ഇനിയിപ്പോ എന്താ ചെയ്യാ? അങ്ങനെ എനിക്ക് ഓർമ്മ വന്നു, എന്റെ പഴയൊരു ഫ്രണ്ട്, അവന്റെ കയ്യിൽ കുറെ CD ഉണ്ട്, കുറെ DVD-കൾ. അദ്ദേഹം തന്നെ പറഞ്ഞു, പിശാച് പോലും നോക്കാൻ വെറുക്കുന്ന തോന്നിവാസമുള്ളത്, വ്യഭിചാരത്തിന്റെ പച്ചയായ നേർചിത്രങ്ങളുള്ള ഒരു ശേഖരം ഈ സുഹൃത്തിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അയാളുടെ വീട്ടിലേക്ക് പോയി. രാത്രി 1 മണി സമയം. ഞാൻ അയാളെന്ന് കുറച്ച് CD-കൾ വാങ്ങിച്ചു. അത് ഹറാമായിരുന്നു, നോക്കാൻ പാടി, പിശാച് പോലും നോക്കാൻ അറച്ചു പോകുന്ന തിന്മ. ഒരു മുസ്ലിമായ മനുഷ്യന്റെ കണ്ണ് ഒരിക്കലും മലിനമാവാൻ പാടില്ലാത്തത്, ഒരിക്കലും കണ്ടുപോവാൻ പാടില്ലാത്തത്. എന്നാൽ ഇസ്ലാമിക ശത്രുക്കൾ ലോകത്ത് സംസ്കാരം വേണ്ട, മനുഷ്യൻ മൃഗമായി ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവർ പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വ്യഭിചാരത്തിന്റെ നേർചിത്രങ്ങൾ. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്റെ ഭാര്യയും മോളും കിടന്നുറങ്ങുകയാണ്, നല്ല ഉറക്കത്തിലാണ്. ഞാൻ വാതിൽ തുറന്നു. എന്റെ റൂമിന്റെ തൊട്ടരികത്തുള്ള റൂമിൽ ഞാൻ അത് കാണാനുള്ള, അത് കമ്പ്യൂട്ടറാണോ TV ആണോ എന്തോ ആകട്ടെ, ഞാൻ അത് പ്ലേ ചെയ്ത് കാണുകയാണ്. സമയം അപ്പോൾ 2 മണി നേരമാണ്. ഈ 2 മണി നേരം എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയോ? കാനൂ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും
യസ്തഗ്ഫിറൂൻ. സത്യവിശ്വാസികളായ ആളുകൾ രാത്രി കുറച്ചു നേരമേ ഉറങ്ങിയിരുന്നുള്ളൂ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ആ സുബ്ഹിയോടടുത്ത നേരത്ത് അല്ലാഹുവേ നീ പുറത്തു തരണേ, പടച്ചവനെ മാപ്പാക്കണേ, അല്ലാഹുവേ എന്നോട് ക്ഷമിക്കണേ, റബ്ബേ എന്നോട് കോപിക്കല്ലേ എന്ന് റബ്ബിനോട് പാപമോചനം ചോദിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. ആ നേരത്താണ് പച്ചയായ തിന്മ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാർ, നമ്മുടെ കോളേജുകൾ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക. മുസ്ലിമീങ്ങളായ ആൺകുട്ടികളും പെൺകുട്ടികളും കലാലയങ്ങളുടെ ഹോസ്റ്റലുകളിൽ ഒരു റെയ്ഡ് നടന്നപ്പോഴാണ് നമ്മുടെ മുസ്ലിം കുട്ടികൾ താമസിക്കുന്നിടത്ത് നിന്ന് നമ്മുടെ മുസ്ലിം കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിൽ അനാവശ്യമായി ഇതുപോലെയുള്ള DVD-കളും CD-കളും ഗർഭനിരോധനത്തിനുള്ള സംവിധാനങ്ങൾ വരെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കണ്ടെത്തപ്പെട്ടത് നമുക്ക് മറക്കാൻ കഴിയില്ല. മുസ്ലിം ഉമ്മത്ത് എന്തേ ഇങ്ങനെയായി പോയത്? എന്തേ നമ്മൾ ഇത്രക്ക് മാത്രം തരം താഴ്ന്നു പോയത്? നമ്മുടെ മക്കൾ ഇതാണോ പഠിക്കുന്നത്? ക്യാമ്പസുകളിൽ ഒരു കലാലയത്തിൽ കയറി ഇറങ്ങി പോരുമ്പോഴേക്കും അവർക്ക് ഗേൾ ഫ്രണ്ടായി, ബോയ് ഫ്രണ്ടായി, പിന്നെ കല്യാണം കഴിയുമ്പോൾ എനിക്ക് കല്യാണം വേണ്ട. ഹലാലായ രീതിയിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെക്ക് ചോരയും നീരും തന്ന് വളർത്തിയ സ്വന്തം ഉമ്മയും ഉപ്പയും സ്നേഹത്തോടെ താലോലിച്ചൊരു വിവാഹബന്ധം കൊണ്ടുവരുമ്പോൾ അതിനപ്പുറം എനിക്ക് പ്രേമബന്ധമുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം മാതാപിതാക്കളുടെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു യുവതലമുറ എന്തിന് ഈ സമൂഹത്തിന് ഭാരമായിട്ട് വേണം? അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് സൽബുദ്ധി കൊടുക്കണേ തമ്പുരാനെ, സൽബുദ്ധി കൊടുക്കണേ റബ്ബേ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹുവിനോട് പുറത്തു തരണേ എന്ന് ചോദിക്കേണ്ട നേരമാണത്. ഇന്നല്ലാഹ യൻസിലു ഇലസ്സമാഇ ദുനിയാ. അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. നുസൂലൻ യലീഖു ബിഹി. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി വരുന്ന നേരമാണത്. ചോദിച്ചോളൂ, ഞാൻ തരാം. പാപമോചനം ചോദിച്ചോളൂ, പുറത്തു തരാം. ആവശ്യങ്ങൾ പറഞ്ഞോളൂ, ഞാൻ നിർവഹിച്ചു തരാമെന്ന് റഹ്മാനായ റബ്ബ് വിളിച്ചു പറയുന്ന നേരമാണ് അത്താഴത്തിന്റെ നേരമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 മണി നേരത്ത് ഇതുപോലെയുള്ള വേണ്ടാത്തരം ഇയാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആ നേരത്തിന്റെ വാതിൽ ആരോ തുറക്കുന്ന പോലെ എനിക്ക് തോന്നി. ആരോ ഒരാൾ വാതിൽ തുറക്കുന്ന പോലെ. നോക്കുമ്പോൾ 5 വയസ്സാകാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട കൊച്ചുമോളാണ്. എന്റെ മോള് വാതിൽ തുറന്ന് എന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഉപ്പാ, ഐബ അലൈക യാ വാലിദി ഇത്തഖില്ലാഹ് അമാ തസ്തഹി മിനല്ലാഹ്. പാപ്പാ, നിങ്ങൾക്ക് നാണമില്ലേ? പാപ്പാ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ? പാപ്പാ, നിങ്ങൾക്ക് അല്ലാഹുവിനെ കുറിച്ച് നാണമില്ലേ? അല്ലാഹുവിനെ പേടിക്കും പാപ്പാ എന്ന് എന്റെ മോളെന്റെ മുഖത്ത് നോക്കി. ഞാൻ കാണുന്നത് അവൾ കണ്ടിട്ടില്ല, പക്ഷേ വാതിൽ തുറന്നപ്പോഴേക്കും എന്റെ മുഖത്ത് നോക്കി എന്റെ പൊന്നുമോൾ ഇത് പറഞ്ഞപ്പോ ഞാനങ്ങ് തരിച്ചുപോയി. ആ ഇരുന്ന സീറ്റിലങ്ങ് ഉറച്ചുപോയി. എന്താണ് റബ്ബേ ഈ സംഭവിച്ചത്? ആരും അറിയില്ല എന്ന് വിചാരിച്ച് എന്റെ പൊന്നുമോളോട് ആരാണിത് പറയിപ്പിച്ചത്? ഇയാൾ വിചാരിച്ചു എന്റെ ഭാര്യ പറഞ്ഞു വിട്ടതായിരിക്കും അവളെ. നോക്കുമ്പോൾ ഭാര്യ അറിഞ്ഞിരുന്നില്ല, ആ മോളെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചതാണ്. ഒരു ഞെട്ടിക്കൽ, അള്ളാഹുവിന്റെ ഒരു ഉണർത്തൽ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു തൻബീഹ്. അള്ളാഹു ഉണർത്തുകയാണ്. ഉണരാൻ നേരമായി മോനെ എന്ന് പറയാൻ അദ്ദേഹം പറഞ്ഞു. ആ സുബഹി നേരത്ത് ഞാൻ ആ ഇരുത്തം ഇരുന്നു, കുളിച്ച് ശുദ്ധിയായി വൃത്തിയായി. സുബഹി നിസ്കാരത്തിന് നേരമായപ്പോ ഞാൻ പള്ളിയിലേക്ക് നടന്നെടുത്തു. 7 വർഷമായിരുന്നു ഞാൻ നിസ്കരിച്ചിട്ട്. അദ്ദേഹം പറയാൻ 7 വർഷമായി നിസ്കരിച്ചിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. നിസ്കരിക്കാൻ വേണ്ടി ആദ്യത്തെ സുബഹി 7 കൊല്ലങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ നിസ്കാരം. തൊട്ടരികത്ത് പള്ളിയുണ്ട്. ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. സുജൂദിലേക്ക് ഇമാമ പോയപ്പോൾ എനിക്കെന്റെ വികാരം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി. ഞാൻ എന്റെ കരച്ചു നിർത്താൻ പറ്റിയില്ല, പൊട്ടിക്കരഞ്ഞു പോയി. നിസ്കാരം കഴിഞ്ഞപ്പോ എന്റെ അരികത്തുള്ള ആളുകൾ ചോദിച്ചു, എന്തു പറ്റി? ആരെങ്കിലും മരിച്ചോ? എന്തെങ്കിലും സങ്കടപ്പെടുന്ന വല്ലതും ജീവിതത്തിൽ ഉണ്ടായോ? അദ്ദേഹം കാര്യമൊന്നും പറഞ്ഞു കൊടുത്തില്ല. അദ്ദേഹം അവിടെ തന്നെ ഇരുന്ന് ഖുർആൻ എടുത്ത് ഓതാൻ തുടങ്ങി. എത്ര കാലമായി എന്റെ റബ്ബിനോട് ഞാനൊന്ന് സംസാരിച്ചിട്ട്, എത്ര കാലമായി എന്റെ റബ്ബിന്റെ സംസാരം ഞാനൊന്ന് ഉരുവിട്ടിട്ട്, എത്ര കാലമായി എന്റെ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് തലവെച്ച് സുജൂദ് ചെയ്തിട്ട്, എത്ര കാലമായി ഒന്ന് മദ്യപിക്കാതെ ഒന്ന് കിടന്നുറങ്ങിയിട്ട്. പാപം ഭാരം കാരണം റബ്ബിലേക്ക് മടങ്ങാൻ അല്ലാഹുവിന്റെ വിളിയാളം വന്നിരിക്കുന്നു. അന്ന്
ഡ്യൂട്ടിക്ക് പോയി. അദ്ദേഹം ജോലിക്ക് പോയപ്പോ കൂടെയുള്ളൊരു കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ അദ്ദേഹം എപ്പോഴും ഉപദേശിക്കും ഇയാളെ, പറയും നീ നിന്റെ പണി നോക്കിക്കോന്ന്. അങ്ങനെ പറയാം. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കഫാ ബിൽ ഇസ്മി, തിന്മ എമ്പാടും മതി. ഏതെങ്കിലും ഒരാളോട് ഇത്തഖില്ലാഹ്, നീ അല്ലാഹുവിനെ പേടിക്കണം എന്ന് ഒരാളോട് പറഞ്ഞാൽ ആ മനുഷ്യൻ തിരിച്ചെന്താ അങ്ങോട്ട് പറയുന്നത്? മൻ അൻത തൻസഹുനി, മൻ അൻത തൻസഹുനി, നീ എന്നെ ഉപദേശിക്കാൻ ആരാണ്? നീ നിന്റെ സ്വന്തം കാര്യം നോക്കിക്കോ എന്ന് നന്മ ഉപദേശിച്ചു തരുന്ന ആളുകളോട് പ്രതികരിക്കുന്ന ആളുകൾ അഹങ്കാരമാണ്. അതിനോളം വലിയ തിന്മയിന് വേറെയില്ല എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. എന്നൊക്കെ അങ്ങനെയാണ്. ഉപദേശിച്ചു കൊടുത്താൽ ഇങ്ങോട്ട് ചീത്ത പറയലാണ്, അങ്ങോട്ട് ചീത്ത പറയുന്നേ. നീ ആരാ പറഞ്ഞുതരാ, നീ ആരാ എന്ന് പറയാ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തയാണോ, അള്ളാഹുവിന്റെ വിഷയത്തിൽ വന്ന ഒരു പിഴവ് തിരുത്തി തന്നതാണോ? അതൊന്നല്ല വിഷയം. നീ ആരാ പറയാൻ? ഇയാൾ ആരാണ് പറയാൻ? അയാളുടെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? ഇതങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ ഒരു മനുഷ്യനെ നാണം കെടുത്ത് എന്ത് ഹക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, അള്ളാഹുവിനെ പറ്റി ഉപദേശിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇയാൾ അങ്ങനെയായിരുന്നു നായി ചെറുപ്പക്കാരൻ. പറയുമ്പോ പറയും നീ നിങ്ങളുടെ കാര്യം നോക്കിക്കോ, അലൈക നഫ്സക്, നീ നിന്റെ കാര്യം നോക്കിക്കോ. പക്ഷേ ജോലിക്ക് വന്നപ്പോ ഈ കൂട്ടുകാരൻ ചോദിച്ചു, അല്ല സുഹൃത്തെ, സാധാരണ കാണാറുള്ള മുഖമല്ലല്ലോ, നിന്റെ മുഖത്തൊരു മാറ്റമുണ്ടല്ലോ, എന്ത് പറ്റി എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. മുഅ്മിനായ മനുഷ്യന്റെ നോട്ടം നിങ്ങൾ ശ്രദ്ധിക്കണമേ. മുഅ്മിനായ മനുഷ്യൻ മുഖലക്ഷണം പറയുന്നത് നിങ്ങൾ പേടിക്കണം. കാരണം മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു ചിലത് കാണിച്ചു കൊടുക്കും. ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, അല്ലാഹു നൽകുന്ന പ്രകാശം കൊണ്ടാണ് അവർ നോക്കുന്നത്. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഒളിപ്പിച്ചു വെച്ച് ചില തെറ്റുകൾ മുഖത്തിങ്ങനെ കാണുന്ന മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ആരുമില്ലാണ്ടിരിക്കുമ്പോൾ തോന്നിവാസം കാണേ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന തിന്മ ഉണ്ടെങ്കിൽ എത്ര നിസ്കരിക്കുന്ന ആളാണെങ്കിലും എന്ത് ചെയ്യും? അള്ളാഹു മുഖത്തിങ്ങനെ കാണിച്ചു കൊടുക്കും. മുഅ്മിനീങ്ങൾക്ക് മുഖം പറയും അവൻ തെറ്റ് ചെയ്യുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. അങ്ങനെയാണ്. ഇബ്നു ഖയ്യിം തങ്ങൾ പറയുമായിരുന്നു, ജനങ്ങൾ നിങ്ങളെ ശപിക്കുന്നത് പേടിക്കണം, നിങ്ങൾ അറിയാതെ. അങ്ങനെ ജനങ്ങൾ ശപിക്കുക. ആരാരും അറിയാതെ നിങ്ങൾ അല്ലാഹുക്ക് തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ ജനങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെ ശപിക്കും. നിങ്ങൾ ചെയ്തത് അവർ കണ്ടതുകൊണ്ടല്ല, നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അവരുടെ കൽബിലേക്ക് അല്ലാഹു എറിഞ്ഞു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന നമ്മുടെ സമകാലിക സംഭവങ്ങളൊക്കെ നോക്കിയാൽ ഞാൻ മനസ്സിലാവും ഇതന്നെ അതിന്റെ അർത്ഥം. അള്ളാഹുവിന് തെറ്റ് ചെയ്യുന്നുണ്ട്, അത് ജനങ്ങളുടെ കൽബിലേക്ക് അള്ളാഹു ഇട്ടുകൊടുക്കും. അന്നേരം അള്ളാഹു ഒരു വെറുപ്പും ഒരു നിന്ദതയും മുഅ്മിനീങ്ങളുടെ കൽബിലേക്ക് കൊടുക്കുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അയാൾ പറഞ്ഞു, എന്തേ ഒരു മാറ്റമുണ്ടല്ലോ. അയാൾ പറഞ്ഞു, കഥ പറഞ്ഞു കൊടുത്തു. എന്റെ പൊന്നുമോൾ എന്നോട് അള്ളാഹുവിനെ പേടിക്കാൻ വേണ്ടി പറഞ്ഞു. ആ വാക്കിന്റെ കൽബിലേക്ക് തറച്ചു. പറഞ്ഞു, മോനെ നീ നന്നായിക്കോ, എന്നാൽ നന്നാവ്, ഇത് അള്ളാഹു നിന്നെ വിളിക്കുകയാണ്. പറഞ്ഞു, നന്നാവാൻ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഇന്ന് ലീവ് എടുത്ത് പോട്ടെ എന്ന് ചോദിച്ചു. ഇയാൾ ലൈൻ മാനേജറാണ്, ഇദ്ദേഹത്തിന്റെ സൂപ്പർവൈസറാണ്. പോയിക്കോ എന്ന് പറഞ്ഞു. പോയത് നേരെ കമ്പനിയുടെ ഒരു പള്ളിയുണ്ട്, പള്ളിയിലേക്കാണ്. ഇയാൾ അവിടെ പോയിരിക്കുന്നു. ളുഹർ വരെ ഇരിക്കുന്നു. ളുഹർ വാങ്ങിന് ജമാഅത്തായപ്പോൾ ഇവരൊക്കെ നിസ്കരിക്കാൻ വന്നപ്പോൾ ഇവൻ അവിടെ ഉണ്ട്. അല്ല, നീയല്ലേ ഉറങ്ങാൻ വേണ്ടി ലീവ് എടുത്ത് പോയത്, ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ഉറങ്ങാൻ തോന്നി, എനിക്ക് ഉറക്കം വന്നില്ല, എനിക്ക് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ തോന്നി, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. വലിയ സന്തോഷം. അദ്ദേഹം രാവിലെ മുതൽ ഫോൺ ഓഫിലാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുമ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, നമുക്ക് നാളെ അസറിന്റെ ശേഷം ഒന്ന് മീറ്റ് ചെയ്യാൻ, നിനക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു കൂട്ടുകാരൻ. അൽഹംദുലില്ലാ, എന്നാ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു പോയിരിക്കുകയാണ്. വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് ഭാര്യ ചോദിച്ചതല്ല, വീട്ടിന്റെ പരിസരത്തൊക്കെ ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എന്തു പറ്റി ചോദിച്ചു. നിങ്ങൾ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, നിങ്ങൾ എവിടെയാണ്, വിവരം കിട്ടിയില്ലല്ലോ, നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ പൊന്നുമോൾ ഇന്ന് രാവിലെ മരിച്ചിരിക്കുകയാണ്. യാ അല്ലാഹ്, നമ്മുടെ മോള് മരിച്ചു എന്നോ? അവൾ പറഞ്ഞു, ഭാര്യ പറഞ്ഞു, അതെ. പറഞ്ഞു, എന്നോട് അവൾ ഇന്നലെ സംസാരിച്ചു. എന്ത്? ചില കാര്യങ്ങൾ പറഞ്ഞു. എപ്പോ? ഉറക്കത്തിന് എഴുന്നേറ്റിട്ട്.
ഞാൻ അറിഞ്ഞില്ലല്ലോ. പക്ഷെ അവൾ എന്നോട് സംസാരിച്ചിരുന്നു. ആ മോളെ അള്ളാഹു കൊണ്ടുപോയിരിക്കുകയാണ്. അയാളങ്ങ് പൊട്ടിക്കരഞ്ഞു. റബ്ബേ, നിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള ഒരു പ്രകാശം തന്ന ഒരു പൊന്നുമോളെ നീ ഇത്ര പെട്ടെന്ന് കൊണ്ടുപോയോ തമ്പുരാനെ. ആ പൊന്നുമോളെ അള്ളാഹു സംസാരിപ്പിച്ചത് ഈ മനുഷ്യന് ദുൽമത്തിൽ നിന്ന്, ഇരുളിൽ നിന്ന് വെളിച്ചം കിട്ടാനായിരുന്നു, ദലാലത്തിൽ നിന്ന് ഹുദ ലഭിക്കാനായിരുന്നു, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ഇയാളെ കൈപിടിച്ചുയർത്താൻ ഒരു പിഞ്ചു കുഞ്ഞിന്റെ നാവിലൂടെ അള്ളാഹു ചില വാക്കുകൾ പറയിപ്പിച്ചു. ആ കുഞ്ഞിനെ കഫൻ ചെയ്തെടുത്തിട്ട് ആ കഫംപുടയിലേക്ക് നോക്കിയപ്പോ കൂട്ടുകാരൻ പറഞ്ഞു, നീ തന്നെയാണ് ഇവൾക്ക് നിസ്കരിക്കേണ്ടതും ഇവളുടെ ജനാസ ഖബറിലേക്ക് വെക്കേണ്ടതും വാപ്പയായ നീ തന്നെ ചെയ്യണം. കൂട്ടുകാരൻ പറഞ്ഞു, ഒന്നിനുമല്ല, ഇങ്ങനെ ഒരു സമയം നിനക്ക് വരാനുണ്ട് എന്ന ഓർമ്മ നിന്റെ മനസ്സിലുണ്ടാവാൻ നിനക്കും മരിക്കണല്ലോ. ആ കുഞ്ഞു പൈതലിനെ കൈകളിൽ കഫംപുടയിൽ പൊതിഞ്ഞ് കൈകളിലെടുത്ത് കരഞ്ഞ് 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 താടിരോമത്തിലൂടെ ആ കുഞ്ഞിന്റെ കഫംപുടയിലേക്ക് കണ്ണുനീരിട്ടുന്നു. റബ്ബേ, എനിക്ക് വെളിച്ചത്തിലേക്ക് ജീവൻ തന്ന് എന്റെ കുഞ്ഞിനെ നീ മരിപ്പിച്ചു കളഞ്ഞോ തമ്പുരാനെ. എനിക്ക് വെളിച്ചം തന്ന മോളാണിത്. ആ മോളെ നീ കൊണ്ടുപോയോ റബ്ബേ. ആ പിഞ്ചു പൈതലിനെ ദേഹം മറവടക്കുകയാണ്, മറവ് ചെയ്യുന്നു. അള്ളാഹു ആ മനുഷ്യനെ നന്മയിലേക്ക് നടത്താൻ അങ്ങനെ ഒരു വഴി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മുഅ്മിനെ, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ മഹാത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് കരുതിയിരുന്നുകൂടാ? നമ്മളത് പ്രതീക്ഷിച്ചുകൂടാ? അള്ളാഹു ഒരു പക്ഷേ ഇങ്ങനൊരു അവസരം തരുന്നതിന് പകരം, ആ കുഞ്ഞിനെ മരിപ്പിക്കേണ്ടതിന് പകരം നമ്മളെ മരിപ്പിക്കുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ അവസ്ഥയിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ അള്ളാഹു നമുക്ക് അവന്റെ അനുസരണയിൽ ജീവിക്കാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നലെ രാത്രി, ഇന്ന് സുബൈക്ക് ഞാൻ വന്നു. ഇന്ന് രാത്രി അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് വരുമ്പോ ദമാമിൽ നിന്ന് 2 സുഹൃത്തുക്കൾ എന്റെ കൂടെ തൊട്ടടുത്ത സീറ്റുകളിൽ അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടുകാരൻ അജ്മൽ മരിച്ചു, അദ്ദേഹത്തിന്റെ മയ്യത്ത് ഈ ഫ്ലൈറ്റിലുണ്ട്, ഞങ്ങൾ ദമാമിൽ നിന്ന് വരെയാണ്, മറവ് ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് കൊണ്ടുപോവാണ്. എന്തേലും ചോദിച്ചു. ബാസ്കറ്റ് ബോൾ കളിക്കായിരുന്നു. ബാഡ്മിന്റൺ കളിക്കുന്നതിനിടെ നല്ല ആവേശത്തിൽ കളിച്ചതാണ്. ആ കളിയിനിടയിൽ അദ്ദേഹത്തിന് അറ്റാക്ക് വന്നു, അവിടെ തന്നെ കിടന്നു മരിച്ചു. ആ മയ്യത്തുനിന്ന് പേരാമ്പ്രയിൽ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് ഒക്കെ തന്നിരുന്നു. പ്രത്യേകം ദ്വാരക്കണമെന്ന് അജ്മൽ PC, 33 വയസ്സാണ്. കായന്ന, പേരാമ്പ്രയിലെ കായന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത്. സുബ്ഹാനല്ലാഹ്, 33 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ മയ്യത്തുമായിട്ടാ ഇന്ന് രാവിലെ നമ്മുടെ കോഴിക്കോട് ഫ്ലൈറ്റ് ഇറങ്ങി. എത്ര മയ്യത്തുകൾ! പുറത്തിറങ്ങിയപ്പോൾ വേറെ ഒരുത്തൻ പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്തിന്റെ മയ്യത്തുണ്ട്. അപ്പൊ നോക്കുമ്പോൾ ഇത് വേറെ ഒരാളാണ്. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ ചെറുപ്പക്കാരനെ പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു എന്നെ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഭാര്യയും മക്കളും ഇന്നലെ രാവിലെ വന്നു, ഇന്ന് രാവിലെ മയ്യത്ത് നാട്ടിലേക്ക് എത്തി. സുബ്ഹാനല്ലാഹ്, 33 വയസ്സ്. അള്ളാഹു ഇങ്ങനൊരു അത്ഭുതമൊന്നും ചെയ്യാതെ നമ്മളെ പെട്ടെന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ, ഒരു തെറ്റ് ചെയ്ത അവസ്ഥയിലാണെങ്കിൽ എന്താ മുഅ്മിനെ അവസ്ഥ? എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അള്ളാഹു നമുക്ക് തൗബ ചെയ്യാൻ അവസരം തന്നിരിക്കുകയാണ്. റമദാൻ, വിശുദ്ധ റമദാൻ വന്നിരിക്കുകയാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. നന്നാവാൻ ആഗ്രഹമുണ്ടോ? ഇങ്ങോട്ട് പോരിൻ. അല്ലാഹു ഇബ്രാഹിം നബിക്ക് കൊടുത്ത ഏടുകൾ എന്ന സ്ക്രോൾസ് ഇബ്രാഹിം നബിക്ക് ഇറങ്ങുന്നത് റമദാൻ 1-നായിരുന്നുവെന്ന് ഹദീസിലുണ്ട്. മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്ത് അല്ലാഹു അവതരിപ്പിക്കുന്നത് റമദാൻ 6-നായിരുന്നുവത്രേ. പരിശുദ്ധമായ ഇഞ്ചീൽ അവതരിപ്പിക്കപ്പെടുന്നത് റമദാൻ 16-ന്. പരിശുദ്ധമായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സബൂർ ഇറങ്ങുന്നത് റമദാൻ 18-ന്. വിശുദ്ധമായ ഖുർആൻ ഹിറാ ഗുഹയിലേക്ക് ഇഖ്റായി അവതരിക്കുന്നത് റമദാൻ 24-ന്. എന്നാൽ പിന്നെ ലൈലത്തുൽ ഖദറിലാണ് ഭൂമിയിലേക്ക് ഇറക്കിയത് എന്ന് പറഞ്ഞതിന്റെ സാരമോ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ ലൈലത്തുൽ ഖദറിൽ അവതരിച്ചത് 7 ഒന്നാം ആകാശത്തെ ബൈത്തുൽ ഇസ്സ എന്ന അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ഖുർആനിനെ ആദ്യമായി ഇറക്കിയത് ലൈലത്തുൽ ഖദറിലായിരുന്നു. ഭൂമിയിലേക്ക് ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിലല്ല, പക്ഷേ റമദാനിലാണ്. റമദാൻ 24-ന്.
ഇഞ്ചീൽ ഇറങ്ങുന്നതും റമദാനിൽ, തൗറാത്ത് ഇറങ്ങിയതും റമദാനിൽ, സബൂർ ഇറങ്ങിയതും റമദാനിൽ, ഇബ്രാഹിം നബി കൊടുത്ത ഏടുകൾ ഇറങ്ങിയതും പരിശുദ്ധമായ റമദാനിൽ. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനും അവതരിച്ചത് ഈ പരിശുദ്ധമായ റമദാനിൽ തന്നെ. അല്ലാഹുവേ, ഇത്രയും മനോഹരമായ ഒരു മാസം നമ്മുടെ മുമ്പിലേക്ക് തരികയാണ്. ഒരവസരം കൂടെ, നന്നാവാൻ ഒരവസരം കൂടെ. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന് ഇതേപോലെ സമാനമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മഹാനവറുകളുടെ ചെറുപ്പകാലം, യുവാവായിരുന്ന കാലം, മഹാനവറുകൾ അല്ലാഹുവിലേക്ക് മടങ്ങാൻ കാരണമായ കഥ പറയുന്നുണ്ട്, ചരിത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു 3 വയസ്സുള്ളൊരു കൊച്ചുമോൾ ഉണ്ടായിരുന്നവർക്ക്. കാന ശുർത്തിയ്യൻ മിൻ ശുറത്തി ബനി അബ്ബാസ്, ബനു അബ്ബാസികളുടെ പോലീസുകാരിൽപ്പെട്ട ഒരു പോലീസുകാരനായിരുന്നു. അന്നൊരിക്കൽ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു കള്ളൻ അവരെ മോഷ്ടിക്കാൻ വേണ്ടി വന്നു. അവര് കള്ളനെ മോഷ്ടിച്ചു എന്ന ചരിത്രം പറയാം. കള്ളൻ മാലിക് ഇബ്നു ദീനാർ തങ്ങളെ മോഷ്ടിക്കാൻ വേണ്ടി വന്നു. ബഹുമാനപ്പെട്ടവർ ആരെ മോഷ്ടിച്ചു? കള്ളനെ ഇങ്ങോട്ട് മോഷ്ടിച്ചു എന്ന. അത്രയും വലിയ പ്രഗത്ഭനായ പണ്ഡിതനായി മാറി ഒരു കള്ളൻ വീട്ടിലേക്ക് വന്നവരുടെ വീട്ടിലേക്ക്. കള്ളൻ വന്നപ്പോ മഹാനവറുകൾ നിസ്കരിക്കാൻ അവസാന കാലം വലിയ നിസ്കാരത്തിലാണ്, രാത്രി പാതിര. അപ്പൊ കള്ളൻ വളരെ കൂളായിട്ട് വീട്ടിലേക്ക് കടന്നു. ഒരു പേടിയില്ലാതെ അവർ നിസ്കരിക്കാൻ. അദ്ദേഹത്തിന് അറിയാം നിസ്കാരം മുറിച്ചിട്ട് പിന്നാലെ കൂടൂല. നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ കള്ളനറിയാം ഇവര് നിസ്കാരം മുറിക്കൂല. അതുകൊണ്ട് അലമാരി ഷെൽഫൊക്കെ കൂളായിട്ട് ഇങ്ങനെ തുറക്കണം, മെല്ലെ തപ്പി നോക്കുകയാണ്. ഒരു പേടിയില്ല, കാരണം ഇപ്പോഴൊന്നും നിസ്കാരം കഴിയില്ല എന്ന് ആ കള്ളൻ ഉറപ്പായിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നിസ്കാരം കഴിയുന്നവരെ കള്ളൻ റൂമിലും വീട്ടിലും ഇങ്ങനെ നടക്കുകയാണ്. വീട്ടിൽ ആരുമില്ല, ഇവര് മാത്രമേ ഉള്ളൂ. നിസ്കാരത്തിൽ സലാം വീട്ടിയത് കള്ളൻ അറിഞ്ഞില്ല. അപ്പൊ ചോദിച്ചോടോ ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. ഇയാൾക്ക് തോന്നിയ ഉപദ്രവകാരിയല്ലല്ലോ. ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ദുന്യാവിലെ പൈസ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഹൽ തർഗബു ഫീ മാലിൽ ആഖിറ, പരലോകത്തെ സമ്പാദ്യത്തെ പറ്റി വല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അതുണ്ട് എന്ന് പറഞ്ഞു. എന്നാ പിന്നെ നീ വുളു എടുക്കുന്നു പറഞ്ഞു. വുളു എടുക്കാൻ വെള്ളം കൊടുത്തു. കള്ളൻ വുളു എടുത്തിട്ടോ, നല്ല കള്ളനായിട്ട് അല്ലേ? അതുകൊണ്ടാ സുഹൈൽ ഇബ്നു അംർ തങ്ങളാണ് പണ്ടൊരിക്കൽ ഇങ്ങനെ ഒരു കള്ളന്റെ കഥ പറഞ്ഞത്. ഇരിക്കട്ടെ, നമ്മൾ ഇതിലേക്ക് വരാം. വുളു കൊടുത്തു. 2 റക്അത്ത് നിസ്കരിക്കുന്നു പറഞ്ഞു. അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാര സലാം വീട്ടിട്ട് ചോദിച്ചു, അല്ല ഞാൻ 2 റക്അത്തും കൂടെ നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചു. നിസ്കരിച്ചോളൂ. 2 റക്അത്തും കൂടെ നിസ്കരിച്ചു. ഒരു 2 റക്അത്തും കൂടെ നിനക്ക് വേണമെങ്കിൽ മതിയാവുന്നത്ര നിസ്കരിച്ചോ. സുബ്ഹി വരെ ആ കള്ളൻ നിസ്കരിച്ചു എന്നാണ്. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പറഞ്ഞു, ഇനി ഞാൻ മോഷണമൊക്കെ നിർത്തിവെക്കണം. ഇത്ര രസമുണ്ടോ ഈ ഏർപ്പാട്, ഞാൻ അറിഞ്ഞില്ല. അതിനെപ്പറ്റി ചരിത്രകാരന്മാർ പറഞ്ഞത്, മാലിക് ഇബ്നു ദീനാർ എന്നവരെ മോഷ്ടിക്കാൻ കള്ളം വന്നു. കള്ളനെ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ഇങ്ങോട്ട് മോഷ്ടിച്ചു എന്ന് ചരിത്രം പറയാറുണ്ട്. ആ മഹാനുഭാവൻ അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിന് ആദ്യകാലം എങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നാ കണ്ടുപിടിച്ചിരുന്നു ബഹുമാനപ്പെട്ടവർ. അന്ന് ഇസ്ലാമിന്റെ ആ ഒരു വെളിച്ചത്തിലേക്ക് അവര് ആഴ്ന്നിറങ്ങി വരുന്നതിന്റെ മുമ്പ് മദ്യപാനം ശീലമുണ്ടായിരുന്നു. ചെറിയ 3 വയസ്സുള്ള മോള്, 2 വയസ്സോ 3 വയസ്സോ, ആ മോളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. മോളുടെ പിന്നാലെ എപ്പോഴും മോളുടെ കൂടെ കളിക്കുകയാണ് പതിവ്. എപ്പോഴും കളിക്കും, മോളുടെ കൂടെയാണ് കളി. ജോലി കഴിഞ്ഞ് വന്ന മോളുടെ ചെറിയ മക്കൾ വല്ലാത്ത രസമാണല്ലോ. 1 വയസ്സ്, ഒരു 5-8 മാസമായി കഴിഞ്ഞ് 2, 2.5, 3 വയസ്സ് വരെ ആ കുഞ്ഞുങ്ങളുടെ വർത്തമാനം, അവരെ നടക്കലും, അവരുടെ ഇരുത്തവും, അവരുടെ ചിരിയും, അവര് ഉറങ്ങുന്നത് എന്തോ ഒരു മനോഹരമാണല്ലേ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്ന 3 ആളുകൾ എന്നോട് ഇപ്പൊ ഈ വന്ന ശേഷം തന്നെ പള്ളിയിൽ വെച്ചിട്ട് കണ്ടപ്പോൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവർ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അല്ലാഹുവേ, അവർക്കും അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്കും അല്ലാഹുവേ വളരെ പെട്ടെന്ന് തന്നെ വൈകിക്കാതെ കൺകുളിർമയുള്ള മക്കളെ നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു, നീ അവരുടെ മനസ്സിലെ വേദനയും വിഷമവും അറിയുന്നവനാണ് റബ്ബേ. അല്ലാഹു, നീ അവർക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ തമ്പുരാനെ. എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ? നാട്ടുകാർക്കാണ് വലിയ ബേജാറ്. ആർക്കാ കുഴപ്പമെന്നാ ചോദിക്കുക. കല്യാണം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞ് കുട്ടിയാവാനാരെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇങ്ങനെ ചോദിക്കൂലേ, ഗൾഫിൽ പോയി എന്നിട്ടും ഉണ്ടായില്ലല്ലേ, പാവ ടിക്കറ്റൊക്കെ പോയല്ലേ എന്ന് ചോദിക്കും. ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. അല്ലാഹു അല്ലേ തരുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് മക്കളെ കൊടുക്കുന്നത്. കല്യാണം കഴിച്ച് പുതിയാപ്പിളയും പുതിയ ഒന്നിച്ച് ജീവിച്ചാൽ കുട്ടികൾ ഉണ്ടാവും എന്നല്ല ഖുർആൻ പറഞ്ഞു. അള്ളാഹു ഉദ്ദേശിച്ചങ്ങ് കുട്ടികളെ തരും. അത് ചിലപ്പോൾ പെൺകുട്ടികൾ മാത്രം. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ആൺമക്കളെ കൊടുക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്. കല്യാണം കഴിച്ചു കൊടുക്കുന്ന കുട്ടി ഉണ്ടാവണം എന്നല്ല അതിനർത്ഥം. അള്ളാഹു ഉദ്ദേശിക്കുന്നവർ.
ഔ യുസൗവിജുഹും ദുക്റാനൻ വഇനാഥാ, ചില ആളുകൾക്ക് ആൺമക്കളെയും പെൺമക്കളെയും കൊടുക്കും. വയജഅലു മൻ യശാഉ അഖീമാ, ചില ആളുകൾക്ക് അല്ലാഹു മക്കളെ കൊടുക്കുകയേ ചെയ്യുന്നില്ല. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് മക്കൾ, നമ്മളിൽ മക്കളുണ്ടായി കാണാൻ ആഗ്രഹമുള്ള ദമ്പതിമാർ, അവർക്ക് അല്ലാഹു മക്കളെ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബ്. കല്യാണം കഴിച്ചവർക്ക് എല്ലാവർക്കും മക്കളെ കൊടുക്കട്ടെ നമ്മൾ ദ്വാരക്കണില്ല. ചിലർ മക്കളൊന്നും വേണ്ടാന്ന് വിചാരിച്ച് നടക്കണവരുണ്ട്. യാതൊരു ന്യൂ ജനറേഷൻ പുതിയ പിള്ളേര് കുട്ടികളൊക്കെ ഒരു ഭാരാന്ന്, അവർക്കല്ല ദ്വാരക്കണത്. മക്കൾ ഉണ്ടാവണേ എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ, അവർക്ക് വേണ്ടി ദ്വാരം കൊടുക്കുക. അള്ളാഹു അവർക്ക് കൺകുളിർമുള്ള മക്കൾ അള്ളാഹു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊന്ന് സ്വലാത്തിലിരിക്കാൻ നേരം, നിങ്ങൾക്ക് ബോറടിക്കണ്ടോ? നിർത്താൻ നേരായിക്കണോ? ഇല്ലല്ലോ. ഒരു സ്വലാത്തും കൂടെ ചൊല്ലിയിരിക്കല്ലേ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. നിങ്ങൾ ഉറക്കെ ചൊല്ലണം. ഞാൻ തുടങ്ങി തരാം. റെഡിയല്ലേ? എന്താണ് സിന്ദാബാദ് വിളിക്കുമ്പോഴൊക്കെ ഉള്ള ഒച്ച? ഞാൻ ഇപ്പൊ കൊണ്ടോട്ടി കൂടെ വന്ന എന്തോ ലീഗിന്റെ പ്രകടനം പോകുന്നുണ്ട്. എന്താണ് ഒച്ചപ്പാടും ബഹളം, കുട്ടികളെ ചങ്കൊക്കെ എവിടുന്നാണ് ഈ ഒച്ചപ്പാടൊക്കെ വരുന്നതെന്ന് അറിയില്ല. സ്വലാത്തെല്ലും അങ്ങനെ മൂലര് ചെല്ലുക, ബാക്കിയുള്ളവരൊക്കെ ആടിപ്പാടി. അപ്പൊ ഒന്ന് ഉറക്കെ ചെല്ലല്ലേ? റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്ന് ഉറക്കനെ ഒറ്റയ്ക്ക് ചൊല്ലട്ടെ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. എന്തായാലും ഇപ്പൊ നമ്മളാ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ വേണ്ട? ഒച്ചൊന്നും ആയിട്ടില്ല അല്ലെ? ഇങ്ങോട്ടൊന്നും എത്തിയിട്ടില്ലല്ലോ. അല്ലേ? ഇവിടെ സാരല്ല. അള്ളാഹുവിന് ഉറക്കെ പറഞ്ഞാലും മെല്ലെ പറഞ്ഞാലും അള്ളാഹുവിൻ്റെ അടുത്ത് ഒരുപോലെയാണ്. അള്ളാഹുവിന് ഇതൊക്കെ അറിയാം. അള്ളാഹു നമ്മുടെ സ്വലാത്തുകൾ സ്വീകരിക്കട്ടെ. നമ്മുടെ ഖിദ്മത്തുൽ ഇസ്ലാം അതിന് ദുആ ചെയ്യാൻ വേണ്ടി 25,000 ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു അനുഭാവി അള്ളാഹു നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇവിടെ 2 സ്വർണ്ണമോതിരം വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇവിടെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. രോഗം ശിഫയാവാൻ വേണ്ടി ഉമ്മാക്ക് സഹിക്കാൻ വയ്യാത്ത തലവേദനയാണെന്ന് പറഞ്ഞു. അള്ളാഹു നീ ഉമ്മാക്ക് ശിഫ കൊടുക്കണേ റബ്ബേ.